ഹായ് സ്റ്റുഡൻസ്, നമ്മളിന്ന് പഠിക്കാൻ വന്ന മണി ആൻഡ് ബാങ്കിങ് ചാപ്റ്റർ ആണ്. മാക്രോ എക്കണോമിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ്. ഫസ്റ്റ് ചാപ്റ്റർ അല്ല, പക്ഷെ ടെക്നിക്കലി ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടാണ് ഇത് മിക്ക സ്കൂളുകളിൽ എടുക്കാറും. നാഷണൽ ഇൻകം ആണ് ഫസ്റ്റ് ചാപ്റ്റർ. എന്നാലും നമുക്ക് ഈ ചാപ്റ്റർ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. മണി ആൻഡ് ബാങ്കിങ് ആണ് ഈ ചാപ്റ്ററിലെ ഈ ബുക്കിലെ ഏറ്റവും ഈസിയസ്റ്റ് ചാപ്റ്റർ. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഇനി വരുന്ന ഇതിലൊക്കെ ചാപ്റ്റർ ആയിരിക്കും സിമ്പിൾ. പക്ഷെ ഒരു കാര്യം പറയാം, നമ്മുടെ എക്കണോമിക്സിലെ എല്ലാ ചാപ്റ്റേഴ്സും ഭയങ്കര ഈസിയാണ്. ആകെ ഇതിൽ കുറച്ച് ടഫ് ആയിട്ടുള്ളത് ബോർഡ് എക്സാം കൊടുക്കുന്നത് മാത്രമാണ്. അതല്ലാണ്ട് വേറൊരു പ്രശ്നവും ഒറ്റ ചാപ്റ്ററിലും ഇല്ല. നിങ്ങളൊന്ന് പഠിച്ചു കിട്ടിയാൽ പിന്നെ നിങ്ങൾക്ക് ആ ചാപ്റ്റർ പിന്നെയും പിന്നെ ഓപ്പൺ ചെയ്യാൻ തോന്നും. അത്രയ്ക്ക് സിമ്പിൾ ആൻഡ് നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ചാപ്റ്റർ ആണ്. സോ നമുക്ക് ഫസ്റ്റ് തന്നെ പഠിക്കാം. നമ്മളിന്ന് മണിയാണ് പഠിക്കാൻ പോണേ. മണി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താ മനസ്സിലാവണേ? ക്യാഷ് അല്ലെ? പക്ഷെ ഈ ഒരു ചാപ്റ്റർ നമ്മൾ ആദ്യം മണി വരാനുള്ള കാരണം ഒക്കെ പഠിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഡയറക്റ്റ് പഠിക്കാം. സോ ഫസ്റ്റ് പാർട്ട് മണി. ബാർട്ടർ സിസ്റ്റം. മണി വരണേക്ക് മുമ്പ് ബാർട്ടർ സിസ്റ്റം ആണ് ഉണ്ടായത്. ബാർട്ടർ സിസ്റ്റം എന്ന് വെച്ചാൽ എന്താ? ബാർട്ടർ സിസ്റ്റം എന്ന് വെച്ചാൽ ചെറുതായിട്ട് പറഞ്ഞാൽ, ഇപ്പൊ എനിക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഫോൺ വേണമെങ്കിൽ ഞാൻ ഈ ടാബ് നിങ്ങൾക്ക് തരും. അപ്പൊ നിങ്ങൾക്ക് ഈ ടാബ് ആവശ്യമുണ്ട്, നിങ്ങൾ ഈ ടാബ് എടുക്കും, എനിക്ക് ആ ഫോൺ തരും. ഇവിടെ നമ്മളൊരു ഗുഡ് വേറെ ഗുഡിന് വേണ്ടി എക്സ്ചേഞ്ച് ചെയ്യാണ്. മനസ്സിലായോ? ഇപ്പൊ സപ്പോസ് എൻ്റെ അടുത്ത് ഈ ടാബാണുള്ളത്. എനിക്ക് വേണ്ടത് ഒരു കാറാണ് വേണ്ടത്. മനസ്സിലായോ? നിങ്ങളുടെ അടുത്ത് കാറും ഉണ്ട്, എൻ്റെ അടുത്ത് ടാബും ഉണ്ട്. എനിക്ക് വേണ്ടത് നിങ്ങളുടെ കാറാണ്. പക്ഷെ നിങ്ങൾക്ക് കാറിന് പകരം വേണ്ടത് ഒരു ഹൗസ് ആണ്. അപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, ഞാൻ ഈ ടാബ് തരാം, എനിക്ക് ആ കാർ തരുമെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് പറയും? ഇല്ല, തരില്ല. പക്ഷെ ഇവിടെ എക്സ്ചേഞ്ച് നടക്കണമെങ്കിൽ എന്ത് വേണം? രണ്ടുപേർക്കും രണ്ട് സാധനങ്ങൾ ആവശ്യം ഉണ്ടാവണം. ഇപ്പൊ നിങ്ങൾക്ക് ടാബ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ കാറ് ടാബിന് വേണ്ടി എക്സ്ചേഞ്ച് ചെയ്യും. എനിക്ക് കാർ ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ ടാബ് കാറിന് വേണ്ടി എക്സ്ചേഞ്ച് ചെയ്യും. മനസ്സിലായ? ഇതിനാണ് ഡബിൾ കോയിൻസിഡൻസ് ഓഫ് വാണ്ട് എന്ന് പറയണേ. എനിക്ക് ആവശ്യമുള്ള സാധനം നിങ്ങളുടെ അടുത്തും ഉണ്ടാവണം, നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം ആയിരിക്കണം എൻ്റെ അടുത്തും ഉണ്ടാവേണ്ടത്. മനസ്സിലായ? ഇനിയിപ്പോ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ എൻ്റെ അടുത്തൊരു ഹൗസ് ഉണ്ട്, നിങ്ങളുടെ അടുത്തൊരു ഒരു പെന്നും ഉണ്ട് എന്ന് വിചാരിച്ചോ. എൻ്റെ അടുത്തൊരു ഹൗസും ഉണ്ട്, നിങ്ങളുടെ അടുത്തൊരു പെന്നും ഉണ്ട്. നിങ്ങൾ പറയാണ് എനിക്ക് ആ ഹൗസ് വേണം, ആ പെൻ എനിക്ക് തരുമെന്ന് ചോദിച്ചാൽ ഞാൻ തരുമോ? ഇല്ല. നേരത്തെ നമ്മൾ പറഞ്ഞ സെയിം എക്സാമ്പിൾ തന്നെ, ഞാനത് തരില്ല. ഇവിടെ ഡബിൾ കോയിൻസിഡൻസ് ഓഫ് വാണ്ട് ഇല്ല. അപ്പൊ ഇവിടെ എക്സ്ചേഞ്ച് നടക്കൂല. ഇങ്ങനത്തെ ഒരു കേസിൽ ഈ പെന്നുള്ള ആൾക്ക് ഒരിക്കലും വീട് വാങ്ങിക്കാനും പറ്റൂല. അപ്പൊ ഇതെല്ലാം കാരണമാണ് നമ്മൾ മണി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇപ്പൊ ചെറിയൊരു ബേസിക്കലി ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും അല്ലെ? ഇനി ജസ്റ്റ് റീഡ് ചെയ്യാം. ബാർട്ടർ എക്സ്ചേഞ്ച് റെഫേഴ്സ് ടു എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ഫോർ ഗുഡ്സ്. ബാർട്ടർ സിസ്റ്റത്തിൽ എക്സ്ചേഞ്ച് ആണ് എന്ത്? ഗുഡ്സ് ഫോർ ഗുഡ്. ഒരു ഗുഡ് വേറെ ഗുഡിന് വേണ്ടി എക്സ്ചേഞ്ച് ചെയ്യുകയാണ്. ഇറ്റ് ഇസ് സിസ്റ്റം ബൈ വിച്ച് വൺ കമ്മോഡിറ്റി ഈസ് എക്സ്ചേഞ്ച് ഫോർ അതർ. ഇറ്റ് ഇസ് ഓൾസോ നോൺ ആസ് C2C എക്കണോമി. ഈ ഒരു സിസ്റ്റത്തിൽ ഒരു കമ്മോഡിറ്റി വേറൊരു കമ്മോഡിറ്റിക്ക് വേണ്ടി എക്സ്ചേഞ്ച് ചെയ്യുകയാണ്. ഇതിനാണ് C2C എക്കണോമി. C2C എക്കണോമി എന്ന് വെച്ചാൽ കമ്മോഡിറ്റി ടു കമ്മോഡിറ്റി. അങ്ങനെയാണ്. ജസ്റ്റ് ഷോർട്ട് ആയി C2C. ഇങ്ങനെയൊക്കെ എഴുതിയാൽ നിങ്ങൾക്ക് ഇപ്പൊ ക്വസ്റ്റ്യൻസ് ടെസ്റ്റിനായാലും ബോർഡ് എക്സാമിനൊക്കെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഈ പോയിന്റ്സ് ഒക്കെ എഴുതിയാൽ നിങ്ങൾക്ക് എന്തായാലും മാർക്ക് കിട്ടും. അത്രക്ക് വാലിഡ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. അതൊന്നും സിമ്പിൾ ആണ്. ഇത് നിങ്ങൾക്ക് ഓർത്തോടെ. ഇപ്പം ബാർട്ടർ സിസ്റ്റം പഠിച്ചു. ബാർട്ടർ സിസ്റ്റത്തിൽ നമ്മുടെ ഉള്ള സാധനം വേറെ ആളുടെ സാധനത്തിന് വേണ്ടി നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുകയാണ്. ഇവിടെ ഡബിൾ കോയിൻസിഡൻസ് ഓഫ് ബോണ്ട് വേണം. അതെല്ലാം സിമ്പിൾ അല്ലേ? സിമ്പിൾ. ഇനി ബാർട്ടർ സിസ്റ്റം ക്യാൻ വർക്ക് ഓൺലി വെൻ ദർ ഇസ് ഡബിൾ കോയിൻസിഡൻസ് ഓഫ് വാണ്ട്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. എനിക്ക് ആവശ്യമുള്ള സാധനവും നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം നമ്മുടെ രണ്ടും അടുത്ത് ഉണ്ടാവണം, എന്നാലാണ് എക്സ്ചേഞ്ച് നടക്കുള്ളൂ. ഈ ബാർട്ടർ സിസ്റ്റത്തിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. ഈ ലിമിറ്റേഷൻസ് ഒക്കെ കാരണമാണ് ഞാൻ പറഞ്ഞ മണി ഇൻട്രൊഡ്യൂസ് ആയത്. എന്താണ് ഈ ലിമിറ്റേഷൻസ്? ലാക്ക് ഓഫ് ഡബിൾ കോയിൻസിഡൻസ് ഓഫ് വാണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ അടുത്തുള്ള സാധനം അല്ല നിങ്ങൾക്ക് വേണ്ടേ, പക്ഷെ നിങ്ങളുടെ അടുത്തുള്ള സാധനമാണ് എനിക്ക് വേണ്ടെങ്കിൽ എനിക്ക് ആ സാധനം നിങ്ങൾ തരൂല. മനസ്സിലായ? അപ്പൊ ഈ ഒരു കേസ് ഡബിൾ കോയിൻസിഡൻസ് ഓഫ് വാണ്ട് ഇല്ല. ആകെ എനിക്ക് മാത്രമാണ് നിങ്ങളുടെ സാധനം വേണ്ടത്, പക്ഷെ നിങ്ങൾക്ക് എന്റെ സാധനം വേണ്ട. ഈ ഒരു കേസിൽ അപ്പൊ എനിക്കൊന്നും നിങ്ങളിലുള്ള സാധനം എനിക്ക് വാങ്ങിക്കാനേ പറ്റൂല. അപ്പൊ ഇവിടെ ബാർട്ടർ സിസ്റ്റം ക്യാൻ വർക്ക് ഓൺലി വെൻ ബോത്ത് ബയർ ആൻഡ് സെല്ലർ ആർ റെഡി ടു എക്സ്ചേഞ്ച് ഈച്ച് അതേഴ്സ് ഗുഡ്. ഫോർ എക്സാമ്പിൾ, A can exchange with B only when A has what B wants and B has what A wants. Aന് ബിന്റെ സാധനം എക്സ്ചേഞ്ച് ചെയ്യണമെങ്കിൽ ബിന് ആവശ്യമുള്ള സാധനം ആയിരിക്കണം എന്റെ കയ്യിലും, എന്റെ ആവശ്യമുള്ള സാധനം ആയിരിക്കണം ബിന്റെ കയ്യിലും. മനസ്സിലായോ? സിമ്പിൾ അല്ലേ? അപ്പൊ ബാർട്ടർ സിസ്റ്റത്തിൽ ലാക്ക് ഓഫ് ഡബിൾ കോയിൻസിഡൻസ് ഓഫ് വാണ്ട്, ഡബിൾ കോയിൻസിഡൻസ് ഓഫ് വാണ്ട്സ് ലാക്ക് ചെയ്യും. അത് ഒരു ലിമിറ്റേഷൻ ആണ്. ഇനി ലാക്ക് ഓഫ് കോമൺ മെഷർ ഓഫ് വാല്യൂ. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് മെയിൻ ആയിട്ട് 4 കാര്യങ്ങൾ ഓർത്ത് വെച്ചാൽ തന്നെ നിങ്ങളുടെ മണി എന്ന ചാപ്റ്റർ ഒരു ഹാഫ് തീരും. എന്താന്ന് വെച്ചാൽ ഫസ്റ്റ് ഡബിൾ കോയിൻസിഡൻസ് ഓഫ് വാണ്ട്, അത് മനസ്സിലാക്കിയല്ല. ഇനി കോമൺ മെഷർ ഓഫ് വാല്യൂ. തേർഡ് വൺ സ്റ്റാൻഡേർഡ് ഓഫ് ഡിഫേർഡ് പേയ്മെന്റ്. പിന്നെ ഫോർത്ത് വൺ സ്റ്റോർ ഓഫ് വാല്യൂ. ഈ 4 ഈ ചാപ്റ്റർ ത്രൂ ഔട്ട് നടക്കുന്നത്. നമുക്ക് എന്താന്ന് പഠിക്കാം. ഇൻ ലാക്ക് ഓഫ് കോമൺ മെഷർ ഓഫ് വാല്യൂ. In the barter system, all commodities are not of same value and there is no common measure of value of goods and services in exchange ratio can be expressed.
ഓക്കെ, ഇവിടെ എന്താ പറയണെന്ന് വെച്ചാ, എൻ്റെ അടുത്ത് ഒരു ഫോൺ ഉണ്ട്, നിങ്ങളുടെ അടുത്ത് ഒരു കാർ ഉണ്ട്. അപ്പൊ ഞാനൊരു ഫോൺ തന്നാ നിങ്ങൾക്ക് ആ കാർ തരാൻ പറ്റൂ? ഇല്ല. അപ്പൊ ഇവിടെ നമുക്ക് കോമൺ മെഷർ, ഞാൻ എത്ര ഫോൺ തന്നാലാണ് നിങ്ങൾക്ക് ആ കാർ തരണേന്ന് ഒരു കോമൺ മെഷർ ഇല്ല. മനസ്സിലായ? ഇപ്പൊ ഒരു അരി എനിക്കിപ്പോ 1 കിലോ അരി വാങ്ങിക്കണമെങ്കിൽ എന്താ, എനിക്ക് 2 ഷൂ തരാൻ പറഞ്ഞ ഒരു കോമൺ മെഷർ ആയിട്ടുള്ള, പലയിടത്തും പലതായിരിക്കും, ഒരു കോമൺ മെഷർ ഓഫ് വാല്യൂ ഇല്ല. ബാർട്ടർ സിസ്റ്റത്തിൽ എന്താ, കോമൺ മെഷർ ഓഫ് വാല്യൂ ഇല്ല. In the barter system, all commodities are not of same value and there is no common measure. എല്ലാ കമ്മോഡിറ്റീസും ഒരിക്കലും സെയിം വാല്യൂടെ ആയിരിക്കില്ല. എൻ്റെ കയ്യിലുള്ള ഷൂവും നിങ്ങളുടെ കയ്യിലുള്ള റൈസും ഒരേ വാല്യൂടെ ഒരിക്കലും അല്ലായിരിക്കും. അപ്പൊ ഇവിടെ ഇതിന് എക്സ്ചേഞ്ച് റേഷ്യോസ് എക്സ്പ്രസ്ഡ് അല്ലായിരിക്കും. For example, if A has wheat and B has rice, then difficult to decide how much wheat is needed to exchange with 1 kilogram of rice. കുറച്ച് സ്പെല്ലിംഗ് മിസ്റ്റേക്സ് വന്നിട്ടുണ്ട്, എന്താ പറയുക, ഞാൻ ഉണ്ടാക്കിയപ്പോൾ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു, പക്ഷെ ഇപ്പൊ എന്താ പറയുക. എന്തായാലും ഈ എക്സാമ്പിൾ പറയുന്നത്, എൻ്റെ അടുത്ത് അരിയാണ്, നിങ്ങളുടെ അടുത്ത് വീറ്റ് ആണ്. ഞാൻ എത്ര അരി എന്നാലാണ് നിങ്ങൾക്ക് വീറ്റ് തരാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ എത്ര വീറ്റ് എന്നാലാണ് എനിക്ക് അരി തരാൻ പറ്റുള്ളൂ എന്നൊരു ഫിക്സ്ഡ് മെഷർ ഇല്ല. അതാണ് ബാർട്ടർ സിസ്റ്റത്തിന്റെ ഒരു സെക്കൻഡ് ലിമിറ്റേഷൻ. ഇനി തേർഡ് വൺ, ലാക്ക് ഓഫ് സ്റ്റാൻഡേർഡ് ഓഫ് ഡിഫേർഡ് പേയ്മെന്റ്. എന്താണ് സ്റ്റാൻഡേർഡ് ഓഫ് ഡിഫേർഡ് പേയ്മെന്റ്? ഇതുവരെയും കേട്ടിട്ടില്ല, ഞാൻ കേട്ടിട്ടില്ലായിരുന്നു കേട്ടോ. ഞാൻ ഈ ചാപ്റ്റർ പഠിച്ചപ്പോഴാണ് ഞാൻ ഇത് ആദ്യമായിട്ട് കേൾക്കണേ. അപ്പൊ നിങ്ങളും കേട്ടിട്ടില്ലായിരിക്കും, അറിയില്ല. അപ്പൊ സ്റ്റാൻഡേർഡ് ഓഫ് ഡിഫേർഡ് പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഞാനൊരു സാധനം നിങ്ങളുടെ അടുത്ത് ഇന്ന് വാങ്ങിച്ച്, ഇതിന്റെ ക്യാഷ് ഞാൻ ഈ സാധനം വിറ്റിട്ട് തരുന്നതിന് ഡിഫേർഡ് പേയ്മെന്റ് എന്ന് പറഞ്ഞേ. മനസ്സിലായോ? ഇപ്പൊ തന്നെ തരുന്നില്ല, അതിനാണ് ഡിഫേർഡ് പേയ്മെന്റ് എന്ന് പറയുന്നത്. Under barter system, involving future payments or credit transaction cannot take place with ease because of following reason. ബാർട്ടർ സിസ്റ്റത്തിൽ ഫ്യൂച്ചർ പേയ്മെന്റ്, ഇപ്പൊ കടം പറഞ്ഞിട്ടൊക്കെ വാങ്ങിക്കൂലേ, അതൊക്കെ ഭയങ്കര ഈസി ആയിട്ട് നടക്കൂല. കാരണം എന്താ, the borrower may not be able to arrange goods of exactly same quality at the time of repayment. അപ്പൊ ബാർട്ടർ സിസ്റ്റത്തിൽ ഒക്കെ നമ്മൾ പല പല സാധനങ്ങളായിരിക്കും എക്സ്ചേഞ്ച് ചെയ്യണം. ഈ സെയിം സാധനം, സെയിം ക്വാളിറ്റി, സെയിം സ്പെസിഫിക്കേഷൻ ഉള്ള സാധനം ചിലപ്പോൾ റീപേ ചെയ്യുന്ന ടൈമിൽ കിട്ടൂല. മനസ്സിലായ? ഇപ്പൊ നിങ്ങൾ വാങ്ങിച്ചത്, നിങ്ങൾക്ക് ഒരു ഹൈ ക്വാളിറ്റി റൈസ് തരാന്ന് പറഞ്ഞായിരിക്കും ഒരു ഇയർപോഡ്സ് വാങ്ങിച്ചത്. പക്ഷെ ഈ ഈ റീപേയ്മെന്റ് ചെയ്യുന്ന ടൈം ആയപ്പോൾ എന്തു പറ്റി, നിങ്ങൾക്ക് ആ ക്വാളിറ്റിയിലുള്ള സാധനം കിട്ടണില്ല. മനസ്സിലായോ? അങ്ങനെ വരുമ്പോ എന്താ, ലാക്ക് ഓഫ് സ്റ്റാൻഡേർഡ് ഓഫ് ഡിഫേർഡ് പേയ്മെന്റ്. ഇവിടെ ഡിഫേർഡ് പേയ്മെന്റ് ഈസി ആയിട്ട് നടക്കൂല. There may be conflicts regarding which specific commodity is to be used for repayment. ഇനി വേറെ കോൺഫ്ലിക്റ്റ് ഉണ്ടാവും, ഞാൻ എന്താണ് തരേണ്ടത് എന്ന് ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. ഇപ്പൊ കുറച്ചാൾ കഴിയുമ്പോ ചിലപ്പോ there may be conflicts regarding which specific commodity is to be used for repayment. റീപേയ്മെന്റിന് ഏത് സ്പെസിഫിക് കമ്മോഡിറ്റി ആണ് തരേണ്ടത് എന്നൊരു ചെറിയ തർക്കമൊക്കെ ഉണ്ടാവും. The commodity to be repaid may lose or gain its value at the time of repayment. So it is very difficult to make deferred payments in the form of good. ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഞാനൊരു ഐഫോൺ വാങ്ങിച്ചു, ഞാൻ കൊടുത്തൊരു 2 പവൻ സ്വർണം കൊടുക്കാമെന്നാണ് ഞാൻ പറഞ്ഞത്. 2 പവൻ സ്വർണം കൊടുക്കാമെന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് 6 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ പേയ്മെന്റ് തരുള്ളൂ. 2 പവൻ സ്വർണം കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞു. ഈ 6 മാസം കഴിയുമ്പോൾ ഈ 2 പവൻ സ്വർണത്തിന്റെ വാല്യൂ ചിലപ്പോൾ ഭയങ്കരമായിട്ട് കൂടാം, ചിലപ്പോൾ ഭയങ്കരമായിട്ട് കുറയാം. മനസ്സിലായോ? അപ്പൊ ഈ ഒരു കേസിൽ ആ സെയിം സംഭവം കൊടുക്കൽ നടക്കൂല. ഇപ്പൊ 2 പവൻ സ്വർണം ഇന്ന് ആകെ ഒരു 10,000 രൂപയുള്ളൂ, പക്ഷെ 6 മാസം കഴിയുമ്പോ അതൊരു 1 ലക്ഷം രൂപ അല്ലെങ്കിൽ ഒരു 3 ലക്ഷം രൂപ ആയിരുന്നു വിചാരിച്ചു. അപ്പൊ ഈ 10,000 കൊടുക്കേണ്ട സ്ഥലത്ത് നമുക്ക് 3 ലക്ഷം കൊടുക്കാൻ പറ്റുമോ? ഇല്ല, പറ്റില്ലല്ലോ. അപ്പൊ അതൊക്കെ കാരണം ലാക്ക് ഓഫ് സ്റ്റാൻഡേർഡ് ഓഫ് ഡിഫേർഡ് പേയ്മെന്റ്. ഫ്യൂച്ചറിൽ മേക്ക് ചെയ്യേണ്ട പേയ്മെന്റ്സിന് ചെറിയ ഈസി ആയിട്ട് നടക്കൂല ഈ ബാർട്ടർ സിസ്റ്റത്തില്. ഇനി ലാക്ക് ഓഫ് സ്റ്റോർ ഓഫ് വാല്യൂ. സ്റ്റോർ ഓഫ് വാല്യൂ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇത്ര ഓർത്താൽ മതി, ഒരിക്കലും നമ്മുടെ കയ്യിൽ വെക്കാൻ പറ്റില്ല. മനസ്സിലായ? കയ്യിൽ വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇത് ഒന്നെങ്കിൽ ചീത്തയായി പോകും, അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റാണ്ടായി പോകും. മനസ്സിലായ? അണ്ടർ ബാർട്ടർ സിസ്റ്റം ഇറ്റ് ഇസ് ഡിഫിക്കൽട്ട് ഫോർ പീപ്പിൾ ടു സ്റ്റോർ വെൽത്ത് ഫോർ ഫ്യൂച്ചർ യൂസ്. ഫ്യൂച്ചറിൽ യൂസ് ചെയ്യാൻ വേണ്ടി ഈ സാധനങ്ങൾ, ഈ കമ്മോഡിറ്റീസ് കീപ്പ് ചെയ്യാൻ പറ്റൂല. മോസ്റ്റ് ഓഫ് ദ ഗുഡ്സ് ലൈക്ക് വീറ്റ്, റൈസ്, വെജിറ്റബിൾ എക്സെട്ര ഡ്യൂറബിലിറ്റീസ്, ദാറ്റ് ഈസ് ദെയർ ക്വാളിറ്റി ഡിറ്റോറിയേറ്റ്സ് വിത്ത് പാസേജ് ഓഫ് ടൈം. ബാർട്ടർ സിസ്റ്റത്തിൽ എപ്പോഴും എക്സ്ചേഞ്ച് ചെയ്യുന്നത് എന്തൊക്കെ തമ്മിലായിരിക്കും? റൈസ്, വീറ്റ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിരിക്കും. ഇതിനെല്ലാം ഒരു സ്പെസിഫിക് ടൈം ഉണ്ട്. ആ ഒരു ടൈം കഴിഞ്ഞാൽ അത് ഡിറ്റീരിയേറ്റ് ചെയ്യും. എന്ന് വെച്ചാൽ എന്താ, അത് ചീത്തയാവും, അല്ലെങ്കിൽ അതിന്റെ ക്വാളിറ്റി താഴ്ന്നു. മനസ്സിലായ? അപ്പൊ ഈ ഗുഡ്സ് ഒന്നും ഒരിക്കലും സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റൂല. സ്റ്റോറേജ് ഓഫ് ഗുഡ്സ്, പിന്നെ ഇങ്ങനത്തെ ഗുഡ്സ് ഒക്കെ വെക്കണമെങ്കിൽ നല്ല ടൈമും നല്ല ഫെസിലിറ്റീസ് ഒക്കെ വേണം. അപ്പൊ ഇതൊക്കെ കാരണം സ്റ്റോർ ചെയ്യല് പാടാണ്.
ആസ് എ റിസൾട്ട് ഗുഡ്സ് കനോട്ട് ബി യൂസ് ടു സ്റ്റോർ ദ ഏർണിംഗ്സ് ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈം. ഒരു ലോങ് പീരീഡിൽ നമുക്ക് കുറച്ച് കൂടുതൽ കാശ് ഉണ്ടാക്കാൻ വേണ്ടി ഇപ്പൊ നമ്മളൊരു സ്വർണ്ണം ഇന്ന് വാങ്ങിച്ച് നാളെ അല്ലെങ്കിൽ അടുത്ത മാസം വിൽക്കാന്ന് പറഞ്ഞ് വെക്കുമ്പോൾ നമ്മുടെ വാല്യൂ കൂടും, മനസ്സിലായോ? പക്ഷെ ഇത് അതുപോലെയല്ല. ഇതിന്റെ വാല്യൂ കൂടിയാലും നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റാണ്ടാവും, ഡിറ്റീരിയേറ്റ് ചെയ്യും. ഇനി with so many difficulties, barter exchange could not continue for a long time. As a result, was replaced by monetary exchange, that is buying and selling of goods with the help of money. അപ്പൊ ഇതെല്ലാം കാരണമാണ് എന്ത്, മണി എക്സിസ്റ്റ് ചെയ്തേ. സിമ്പിൾ അല്ലേ? ആദ്യം നമുക്ക് എന്താ പഠിക്കണ്ടേ? എന്താ ഡബിൾ കോയിൻസിഡൻസ് ഓഫ് ബോണ്ട്, അത് വേണം, രണ്ടുപേർക്കും ആവശ്യമുള്ളതായിരിക്കണം, അതില്ലായിരുന്നു. പിന്നെ സ്റ്റാൻഡേർഡ് ഓഫ് ഡിഫേർഡ് പേയ്മെന്റ്, ഫ്യൂച്ചറിൽ പേയ്മെന്റ് ചെയ്യാൻ പറ്റൂല, കാരണം ഇതിന്റെ ക്വാളിറ്റി ഡിറ്റീറിയേറ്റ് ഒക്കെ ചെയ്യും. അതുകൊണ്ട് പിന്നെ അതിൽ തർക്കങ്ങളൊക്കെ ഉണ്ടാവും, എന്താ കൊടുക്കണ്ടേ, എത്രയാ കൊടുക്കണ്ടേ, എങ്ങനെയാ കൊടുക്കണ്ടേ എന്നൊക്കെ. പിന്നെ ആ റീപേയ്മെന്റ് ടൈമിൽ ഈ കിട്ടേണ്ട ക്വാളിറ്റി ഉള്ള സാധനം ചിലപ്പോൾ കിട്ടിയെന്ന് വരൂല. പിന്നെ സ്റ്റോർ ഓഫ് വാല്യൂ, ഇത് ഒരിക്കലും ഫ്യൂച്ചറിലേക്ക് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റൂല. പിന്നെന്താ മെഷർ ഓഫ് വാല്യൂ, ഞാൻ എത്ര കിലോ റൈസ് ആണ് ഒരു കിലോ വീറ്റിന് തരേണ്ടത് എന്നൊന്നും ഒരു കോമൺലി എക്സ്പ്രസ്ഡ് മെഷർ ഇല്ല. ഇതെല്ലാം കാരണമാണ് എന്ത്, മണി ഉണ്ടാക്കി. അപ്പൊ മണി ഉണ്ടെങ്കിൽ എന്താ, ഞാൻ ഇപ്പൊ 60,000 ഒരു ഐഫോൺ വാങ്ങിക്കാന്ന് വിചാരിച്ചോ, ഞാൻ ഇപ്പൊ ഇന്ന് തരാന്ന് നമുക്ക് ഈ 4 പ്രോബ്ലം ലാക്ക് ഉണ്ടല്ലോ, ഇപ്പൊ എന്താ 4 ലിമിറ്റേഷൻസ് ഉണ്ട്. ആ 4 ലിമിറ്റേഷൻസിന് എക്സാമ്പിൾസ് എടുക്കാം. ഫസ്റ്റ് വൺ എന്താ പറയുന്നത്, ലാക്ക് ഓഫ് ഡബിൾ കോയിൻസിഡൻസ് ഓഫ് ബോണ്ട്. ഞാൻ ഒരു ഐഫോൺ വാങ്ങിക്കാൻ പോവുകയാണ്, അപ്പൊ ഞാൻ കൊടുക്കുന്നത് 60,000 റുപ്പീസ് ആണ്. എന്തായാലും ഇവര് ക്യാഷിന് വേണ്ടിയാണ് ഇരിക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു ഡബിൾ കോയിൻസിഡൻസ് ഓഫ് ബോണ്ട് ഇല്ലേ, എനിക്ക് ഐഫോണും വേണം, ഇവർക്ക് എൻ്റെ ഉള്ള ക്യാഷും വേണം, കറക്റ്റ് അല്ലേ? അപ്പൊ ഡബിൾ കോയിൻസിഡൻസ് ഓഫ് ബോണ്ട് ഫുൾഫിൽ ആയി. ഇനി കോമൺ മെഷർ ഓഫ് വാല്യൂ, മണി ആയതുകൊണ്ട് മണി കോമൺലി മെഷർഡ് ആണ്, എല്ലായിടത്തും ഇതിന്റെ മെഷർ എക്സ്പ്രസ്ഡ് ആണ്. അതുകൊണ്ട് എവിടെ ചെന്നാലും ഈ 60,000 തന്നെയായിരിക്കും കൊടുക്കേണ്ടത്. ഇതിനൊരു കോമൺ മെഷർ ഉണ്ട്, അല്ലാണ്ട് പലയിടത്തും ഇപ്പൊ ഈ കടയിൽ ഈ റേറ്റും അപ്പുറത്തെ കടയിൽ ആ റേറ്റും അങ്ങനെ വലിയ ഡിഫറൻസ് ഒന്നും ഉണ്ടാവൂല. അപ്പൊ ഇതിനൊരു കോമൺ മെഷർ ഓഫ് വാല്യൂ ഉണ്ടാവും. പിന്നെ സ്റ്റാൻഡേർഡ് ഓഫ് ഡിഫേർഡ് പേയ്മെന്റ്, ഞാൻ ഇപ്പൊ 60,000 ആണ് കൊടുക്കേണ്ടെങ്കിൽ ഞാനിപ്പോ മറ്റന്നാൾ അല്ലെങ്കിൽ 6 മാസം കഴിയുമ്പോഴും എനിക്ക് 60,000 തന്നെ കൊടുത്താൽ മതി, മനസ്സിലായോ? പിന്നെ സ്റ്റോർ ഓഫ് വാല്യൂ, മണി സ്റ്റോർ ചെയ്യാൻ പറ്റൂലേ? നിങ്ങളുടെ വീട്ടിലൊക്കെ ക്യാഷ് എങ്ങനെ എന്താ ചെയ്യണേ, നേരെ കൊണ്ടേ ബാങ്കിലിടോ അതോ നമ്മുടെ കയ്യിലും കുറച്ച് വെക്കൂ? കയ്യിൽ വെച്ചാൽ തന്നെ അത് ഇരുന്ന് പൂത്തു പോവോ, അത് മീൻസ് എന്നെ ചീത്ത യൂസ് ചെയ്യാൻ പറ്റാണ്ട് ആയി പോവോ? ഇല്ലല്ല. അപ്പൊ അതൊക്കെ കാരണമാണ് എന്ത്, മണി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇനി ഫങ്ഷൻസ് ഓഫ് മണി, മണിക്ക് കുറച്ച് ഫങ്ഷൻസ് ഉണ്ട്. ഇതിനെയാണ് നമ്മൾ പ്രൈമറി ഫങ്ഷൻസും സെക്കൻഡറി ഫങ്ഷൻസും. ഞാൻ പറഞ്ഞത് നിങ്ങൾ 4 കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നോക്കി വെക്കണ്ടേ. എന്തൊക്കെയാ ഡബിൾ കോയിൻസിഡൻസ് ഓഫ് ബോണ്ട് ഞാൻ വേറൊരു സംഭവം പറഞ്ഞുതരാം. പിന്നെ കോമൺ മെഷർ, പിന്നെ സ്റ്റാൻഡേർഡ് ഓഫ് ഡിഫേർഡ് പേയ്മെന്റ്, സ്റ്റോർ ഓഫ് വാല്യൂ. ഈ 4 കാര്യങ്ങളാണ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് ഈ ചാപ്റ്റർ ത്രൂ ഔട്ട്. അപ്പോൾ പ്രൈമറി ഫംഗ്ഷനും ഉണ്ട്, സെക്കൻഡറി ഫംഗ്ഷനും ഉണ്ട്. പ്രൈമറി ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, പ്രൈമറി എന്ന് വെച്ചാൽ എന്താ, ഏറ്റവും മെയിൻ ഫംഗ്ഷൻ എന്താണ് ഇതിന്റെ, മീഡിയം ഓഫ് എക്സ്ചേഞ്ച്. എന്ത് കിട്ടണമെങ്കിലും നമ്മൾ എന്താ കൊടുക്കണേ, മണിയാണ് കൊടുക്കണ്ടേ. അപ്പൊ ഇതൊരു മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആണ്. എന്ത് കിട്ടണമെങ്കിലും കൊടുക്കുന്നതാണ് എന്ത്, മണി. അപ്പൊ മണി കൊടുക്കുമ്പോൾ നമുക്ക് വേണ്ട സാധനം അവര് തരും. ഇനി മെഷർ ഓഫ് വാല്യൂ, ഇതാണ് പ്രൈമറി ഫംഗ്ഷന്റെ സെക്കൻഡ് ഫീച്ചർ ആണ് എന്ത്, മെഷർ ഓഫ് വാല്യൂ. ഒരു കോമൺ മെഷർ ഉണ്ട്, എത്രയാണ് കൊടുക്കേണ്ടതെന്ന് എക്സ്പ്രസ്ഡ് ആണ്, അല്ലാണ്ട് വീറ്റ് കൊടുക്കണോ അല്ല, പലയിടത്തും പല ഒരു കോമൺ മെഷർ അല്ല. Medium of exchange. Money as a medium of exchange means that it can be used to make payments for all transaction of goods and services. Money as a medium of exchange means that അത് എന്ത് വാങ്ങിക്കണമെങ്കിലും എല്ലാം നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ യൂസ് ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് ദ മോസ്റ്റ് എസെൻഷ്യൽ ഫംഗ്ഷൻ ഓഫ് മണി. ഇതാണ് ഏറ്റവും എസെൻഷ്യൽ ഫംഗ്ഷൻ ഓഫ് മണി. എന്ത് കിട്ടാണെങ്കിലും നമുക്ക് കൊടുക്കുന്നത് എന്താണ്, മണിയാണ് കൊടുക്കണേ. അപ്പൊ ഇതാണ് ഏറ്റവും എസെൻഷ്യൽ ഫംഗ്ഷൻ ഓഫ് മണി. Money has a quality of general acceptability. So all exchanges takes place in terms of money. മണിക്ക് ഒരു ഫീച്ചർ ആണ് എന്ത്, ജനറൽ അക്സെപ്റ്റബിലിറ്റി. അപ്പൊ ഇത് എന്ന് വെച്ചാൽ എന്താ, എല്ലായിടത്തും മണി അക്സെപ്റ്റ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് എന്താ, എന്ത് വേണമെങ്കിലും മണി എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും. This function has removed the major difficulty of lack of double coincidence of want and inconvenience associated with the barter system. ബാർട്ടർ സിസ്റ്റത്തിൽ ഉണ്ടായ ലാക്ക് ഓഫ് ഡബിൾ കോയിൻസിഡൻസ് ഓഫ് ബോണ്ട്, ഒരാൾക്ക് വേണ്ടതല്ല മറ്റൊരാളുടെ കയ്യിലുള്ളത്, ആ ഒരു പ്രശ്നം എന്താ സോൾവ് ചെയ്ത്. ഇപ്പൊ അയാളുടെ കയ്യിലോ എന്തുണ്ടായാലും, ഇപ്പൊ നിങ്ങളുടെ അടുത്ത് എന്തായാലും അതും എൻ്റെ അടുത്ത് എന്തായാലും നിങ്ങൾക്ക് എന്തായാലും മണി വേണം, മനസ്സിലായോ? അപ്പൊ എൻ്റെ കയ്യിൽ മണിയുണ്ട്, എനിക്ക് വേണ്ട സാധനമായിരിക്കും. ഇപ്പൊ എനിക്ക് വേണ്ട സാധനം നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ ഞാൻ മണി തന്നാൽ മതി. മണി എല്ലാവർക്കും ആവശ്യമുള്ളതാണ്.
യൂസ് ഓഫ് മണി അലോസ് purchase and sale to be conducted independently of one another. മണി ഉള്ളതുകൊണ്ട് എന്താ പേർച്ചേസും സെയിലും ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇപ്പൊ എന്താ പറയാ ഇത്ര നാളെങ്ങനെ വീറ്റ് കൊടുത്താൽ അത് എനിക്ക് തരും, അല്ലെങ്കിൽ വേറെ വേറെ സാധനങ്ങൾ കൊടുത്താൽ. പക്ഷെ ഇപ്പൊ എന്താ മണി ആ ഒരു കമ്മോഡിറ്റി അല്ലെങ്കിൽ ആ ഒരു മണി കൊടുത്താൽ മാത്രം മതി, എന്താണെങ്കിലും നമുക്ക് വേറെ സാധനം തരും. This function of money facilitates trade and helps in conducting transactions in the economy. അപ്പൊ ഈ ഒരു മണി ഉള്ളതുകൊണ്ട് ഈ നമ്മുടെ എക്കണോമിയിൽ ഉണ്ടാകുന്ന ട്രാൻസാക്ഷൻസ് എല്ലാം എന്താ ഫെസിലിറ്റേറ്റ് ചെയ്യും. ട്രേഡ് എന്ന് വെച്ചാൽ എന്താ ഈ കച്ചവടങ്ങള് വിക്കലും വാങ്ങലെല്ലാം ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാ? മണി ഉള്ളതുകൊണ്ടാണ് ഭയങ്കര സ്മൂത്ത് ആയിട്ട്. Money has no power to satisfy human wants, but it commands power to purchase those things which have utility to satisfy human wants. ആൾക്കാർ പറയും മണിക്ക് ഒരു പവറും ഇല്ലാന്ന്. അത് തന്നെയാണ് ഇവിടെ പറയണേ. മണി ഉണ്ടായിട്ടൊരു കാര്യമില്ല, പക്ഷെ മണിയുടെ അടുത്ത് ആ ഒരു പവർ ഉണ്ട്. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം വാങ്ങിച്ചു തരാനുള്ള ഒരു പവർ ഉണ്ട്. അതാണ് ഈ പോയിന്റ്. മണി ഹാസ് നോ പവർ ടു സാറ്റിസ്ഫൈ ഹ്യൂമൻ വാണ്ട്സ്. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് ആവശ്യമുള്ളത് സാറ്റിസ്ഫൈ ചെയ്യാൻ മണിക്ക് പറ്റൂല, പക്ഷെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ വാങ്ങിച്ചു തരാനുള്ള പവർ ആർക്കുണ്ട്? മണിക്കുണ്ട്. ഇനി മെഷർ ഓഫ് വാല്യൂ. പ്രൈമറി ഫംഗ്ഷന്റെ സെക്കൻഡ് ഫീച്ചർ ആണ് എന്ത്? മെഷർ ഓഫ് വാല്യൂ. മണി ആസ് എ മെഷർ ഓഫ് വാല്യൂ മീൻസ് ദാറ്റ് മണി വർക്ക്സ് ആസ് എ കോമൺ ഡിനോമിനേഷൻ in which values of all goods and services are expressed. ഈ ഒരു ഫംഗ്ഷനിൽ പറയുന്നത് എന്താണെന്നറിയോ? മണിക്ക് ഒരു മണി ആസ് എ മെഷർ ഓഫ് വാല്യൂ ദാറ്റ് മണി വർക്ക്സ് ആസ് എ കോമൺ ഡിനോമിനേഷൻ. എന്ത് വിൽക്കണമെങ്കിലെല്ലാം നമ്മ എന്തിനാ എക്സ്പ്രസ് ചെയ്യണേ? ഇപ്പൊ ഞാൻ ഈ ടാബ് വിൽക്കുകയാണ്, ഞാനെങ്ങനെ എനിക്ക് 2 പഴം വേണമെന്നാണ് ഞാൻ പറയണേ? അല്ല, ഞാൻ പറയുന്നത് എനിക്ക് 40,000 rupees വേണം. അപ്പൊ ഇപ്പൊ എന്ത് സെല് ചെയ്യണമെങ്കിലും എന്തിൽ എക്സ്പ്രസ് ചെയ്യണേ? മണിയിൽ. ആ ഒരു ഡിനോമിനേഷനിലാണ് എന്ത് എക്സ്പ്രസ് ചെയ്യുന്നത്. ഇപ്പൊ എനിക്ക് ഈ ഫോൺ വിൽക്കണമെങ്കിൽ ഞാൻ എന്തിലാ പറയണേ? ഞാൻ എന്താ പറയണേ? എനിക്ക് 20,000 rupees വേണം, അല്ലെങ്കിൽ 1,00,000 rupees വേണമെന്നാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ എനിക്ക് ഈ പെൻ വെക്കണമെങ്കിൽ എനിക്ക് 1,000 rupees വേണം, അല്ലെങ്കിൽ 500 rupees വേണമെന്നാണ് പറയണേ. ഇപ്പൊ എക്കണോമിയിൽ എന്തൊക്കെ ട്രാൻസാക്ഷൻ ഉണ്ടാവുകയാണെങ്കിലും എന്തിലാണ് മെഷർ ചെയ്യുന്നത്? ഇത്രയും രൂപ അല്ലെങ്കിൽ ഇത്രയും പ്രൈസ്, അതിലാണ് എന്ത് ഡിറ്റർമൈൻ ചെയ്യണം. അല്ലാണ്ട് ഒരിക്കലും ഇത്രയും പഴം അല്ലെങ്കിൽ ഇത്രയും വാട്ടർമെലൺ അങ്ങനെയൊന്നുമല്ല. By reducing the value of all goods and services to a single unit price, it becomes very easy to find out the exchange ratio between them and comparing their prices. അപ്പൊ എക്സ്ചേഞ്ച് ചെയ്യണ എല്ലാ സാധനങ്ങളും എല്ലാത്തിന്റെയും ഇത് പ്രൈസിലേക്ക് റെഡ്യൂസ് ചെയ്ത് എന്താ ഇത്ര നാള് കുറെ സംഭവങ്ങൾ വെച്ചാണ് എക്സ്ചേഞ്ച് ചെയ്തിരുന്നത്. അപ്പൊ മെയിൻ ആയിട്ട് എക്സ്ചേഞ്ച് ചെയ്യുന്നത് എന്തിനാ? എന്ത് വെച്ചിട്ടാ? പ്രൈസ് ക്യാഷ് കൊടുത്തിട്ട് അല്ലെങ്കിൽ മണി കൊടുത്തിട്ടാണ് എക്സ്ചേഞ്ച് ചെയ്യണേ. അപ്പൊ ഇവിടെ എന്തിലോട്ടാണ്? ഇത്ര നാളുടെ എക്സ്ചേഞ്ച് റേഷ്യോസ് എല്ലാം പ്രൈസ് എന്ന സംഭവത്തിലേക്ക് താഴ്ന്നു. എന്ന് വെച്ചാൽ എന്താ? ഇത്ര നാള് ഒരു പഴം കൊടുത്താൽ ഒരു വാട്ടർമെലൺ കിട്ടും, അങ്ങനെയായിരുന്നു. ഇപ്പൊ എന്താ? എക്സ്ചേഞ്ച് അല്ല, ഇപ്പൊ പറയുന്നത് ഇത്രയും പ്രൈസ് തന്നാൽ, ഇത്രയും ക്യാഷ് തന്നാൽ, ഇത്രയും മണി തന്നാൽ ഞാൻ ഈ ഒരു വാട്ടർമെലൺ തരും എന്നാണ് പറയുന്നത്. This function facilitates maintenance of business accounts which would be otherwise impossible. ഇപ്പം നിങ്ങൾ ഒരു ബിസിനസ് അക്കൗണ്ട്സ് ഒക്കെ സെറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് ഉണ്ടാകുന്ന ട്രാൻസാക്ഷൻസ് എല്ലാം നോട്ട് ചെയ്യണം എവിടെയെങ്കിലും. നിങ്ങൾ എന്ത് എഴുതും? 1 കിലോ റൈസ് കൊടുത്ത് എനിക്ക് 2 കിലോ പഴം കിട്ടി, 2 കിലോ ആപ്പിൾ കൊടുത്ത് എനിക്ക് 3 കിലോ വാട്ടർമെലൺ കിട്ടി. അങ്ങനെയൊക്കെ എക്സ്ചേഞ്ച് ചെയ്ത് നമുക്കൊരു വാല്യൂ മെഷർ ചെയ്യാൻ ഇമ്പോസിബിൾ ആണ്. പക്ഷെ ഞാൻ ഇത് കൊടുത്തപ്പോ എനിക്ക് 100 രൂപ കിട്ടി, ഞാൻ അത് കൊടുത്തപ്പോ എനിക്ക് 500 രൂപ കിട്ടി. അങ്ങനെ എഴുതുമ്പോൾ നമ്മുടെ അക്കൗണ്ട്സും കറക്റ്റ് ആവും. Money helps in calculating relative price of goods and services due to this reason. Okay, ഇതിന് ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ ജസ്റ്റ് ഇമാജിൻ 50,000 ആണ് സാംസങ്ങിന്റെ ഒരു S22 Ultra എന്ന് വിചാരിച്ചോ. S22 Ultra 55,000 ആണെന്ന് വിചാരിക്കും. അത് തന്നെ 65,000 ആണ് ഒരു iPhone 13 അല്ലെങ്കിൽ iPhone 14 65,000 ആണെന്ന് വിചാരിച്ചോ. അപ്പൊ സാംസങ്ങിന് എന്താ 55,000ഉം ഐഫോണിന് 65,000ഉം. എനിക്കിതില് കമ്പയർ ചെയ്യാൻ പറ്റുകയാണ്. എന്താ? ഞാൻ ഇവിടെ സാംസങ് വാങ്ങിക്കുകയാണെങ്കിൽ 55,000 രൂപ കൊടുക്കണം, ഐഫോൺ വാങ്ങിക്കുകയാണെങ്കിൽ 65,000 കൊടുക്കണം. ഇവിടെ നമുക്കൊരു കമ്പാരിസൺ യൂസ് ചെയ്യാൻ പറ്റുകയാണ് ഈ രണ്ട് കമ്മോഡിറ്റീസ് തമ്മിലും. അപ്പൊ ഒരു റിലേറ്റീവ് പ്രൈസ് എന്ന് വെച്ചാൽ എന്താ? രണ്ട് കമ്മോഡിറ്റീസ് തമ്മിലുള്ള ഡിഫറൻസ് എല്ലാം കണ്ടുപിടിക്കാൻ പറ്റുകയാണ്. ഇതെല്ലാം എന്തുകൊണ്ടാണ് മനസ്സിലാവണേ? മണി എന്നുള്ളൊരു ഡിനോമിനേഷൻ വെച്ചുകൊണ്ട്. സെക്കൻഡറി ഫംഗ്ഷൻ എന്താണ്? സെക്കൻഡറി ഫംഗ്ഷൻ അപ്പൊ ഇത്ര നേരം നമ്മൾ പറഞ്ഞത് മണിയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ മണിയുടെ മെയിൻ പേർപ്പസ് ഇതായിരുന്നു. ഇനിയാണ് സെക്കൻഡറി പേർപ്പസ്, സെക്കൻഡറി ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ഇത് ആവശ്യമില്ലാത്തതൊന്നല്ല, ഫസ്റ്റ് വണ്ണിനെ സപ്ലിമെന്റ് ചെയ്യാനാണ് ഈ സെക്കൻഡറി ഫംഗ്ഷൻസ് ഉള്ളത്.
These refers to those functions of money which are supplementary to the primary functions. These functions are derived from primary functions and therefore they are also known as derivative functions. ഈ ഫംഗ്ഷൻസ് എല്ലാം പ്രൈമറി ഫംഗ്ഷനിൽ നിന്നാണ് ഡിറൈവ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് ഇതിനെ ഡെറിവേറ്റീവ് ഫംഗ്ഷൻ എന്ന് കൂടിയും പറയും. ഏതൊക്കെയാണ് നമ്മുടെ സെക്കൻഡറി ഫംഗ്ഷൻ നോക്കാം. ഫസ്റ്റ് ആദ്യം ജസ്റ്റ് ഒന്ന് റീകോൾ ചെയ്യും. എന്താണ് നമ്മുടെ പ്രൈമറി ഫംഗ്ഷൻ? പ്രൈമറി ഫംഗ്ഷൻ എന്താ മീഡിയം ഓഫ് എക്സ്ചേഞ്ച്, എന്തിനു വേണമെങ്കിലും കൊടുക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ മെഷർ ഓഫ് വാല്യൂ അല്ലെ, എത്രയാണ് കൊടുക്കേണ്ടതെല്ലാം മെഷർ ചെയ്യാൻ പറ്റും. ഇനി സെക്കൻഡറി ഫംഗ്ഷനിലെ ഫസ്റ്റ് ഫീച്ചറാണ് സ്റ്റാൻഡേർഡ് ഓഫ് ഡിഫേർഡ് പേയ്മെന്റ്. സ്റ്റാൻഡേർഡ് ഓഫ് ഡിഫേർഡ് പേയ്മെന്റ്. ഡിഫേർഡ് പേയ്മെന്റ് എന്നാണ് ഞാൻ ആദ്യമേ പറഞ്ഞു, ഒന്ന് റീകോൾ ചെയ്ത് നോക്കിയേ. എന്തായിരിക്കും ഡിഫേർഡ് പേയ്മെന്റ്? ഫ്യൂച്ചറിൽ കൊടുക്കാനുള്ള പേയ്മെന്റ്സിനാണ് ഡിഫേർഡ് പേയ്മെന്റ് എന്ന് പറയണേ. അപ്പൊ ഡിഫേർഡ് പേയ്മെന്റ് കുറെ ലിമിറ്റേഷൻസ് ഉണ്ടെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. ഇനിയിപ്പോ ഞാൻ അത് പിന്നെയും പറയാനുള്ളത്. നമുക്ക് ഈ പോയിന്റ്സ് നോക്കാം. മണി ആസ് എ സ്റ്റാൻഡേർഡ് ഓഫ് ഡിഫേർഡ് പേയ്മെന്റ്സ് മീൻസ് ദാറ്റ് മണി ആക്ട്സ് ആസ് എ സ്റ്റാൻഡേർഡ് ഓഫ് പേയ്മെന്റ് വിച്ച് ആർ ടു ബി മെയ്ഡ് ഇൻ ഫ്യൂച്ചർ. മണി ആസ് എ സ്റ്റാൻഡേർഡ് ഓഫ് ഡിഫേർഡ് പേയ്മെന്റ്. ഈ സെന്റൻസ് നിങ്ങൾ ഒന്ന് മനസ്സിൽ വെച്ചേ. മണി ആസ് എ സ്റ്റാൻഡേർഡ് ഓഫ് ഡിഫേർഡ് പേയ്മെന്റ്. ഡിഫേർഡ് പേയ്മെന്റിന്റെ സ്റ്റാൻഡേർഡ് ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്താ? മണി. ഇത് മലയാളത്തിൽ ഒന്ന് ആക്കി നോക്കിയേ. ഫ്യൂച്ചറിൽ നടക്കാനുള്ള എല്ലാ പേയ്മെന്റ്സിനും വേണ്ടി യൂസ് ചെയ്യുന്നതിനെയാണ് മണീനെയാണ്. അതിൽ നിന്ന് തന്നെ സംഭവം മനസ്സിലായില്ലേ? മണിയുടെ ഈ റോൾ എന്താണെന്ന് മനസ്സിലായില്ലേ? മണി ആസ് എ സ്റ്റാൻഡേർഡ് ഓഫ് ഡിഫേർഡ് പേയ്മെന്റ്സ് മീൻസ് ദാറ്റ് ഫ്യൂച്ചറിൽ കൊടുക്കാനുള്ള എല്ലാ പേയ്മെന്റ്സിനും യൂസ് ചെയ്യാനായിട്ട് പറ്റിയതാണ് എന്ത്? മണി. Every day millions of transactions takes place in which payments are not immediately. എല്ലാ ദിവസവും മില്യൻസ് ഓഫ് ട്രാൻസാക്ഷൻ, മില്യൻസ് അല്ലെങ്കിൽ ബില്യൻസ് ഓഫ് ട്രാൻസാക്ഷൻസ് നടക്കുന്നുണ്ട്. നിങ്ങളിപ്പോ നിങ്ങളുടെ ചുറ്റുവട്ടം തന്നെ നോക്കിയാൽ തന്നെ കാണാം, ഒരു ദിവസം തന്നെ 10ൽ കൂടുതൽ ട്രാൻസാക്ഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ വേൾഡ് മൊത്തം നോക്കിയാലോ ബില്യൺ കണക്കിന് ട്രാൻസാക്ഷൻസ് ഉണ്ടാവും. ഈ ട്രാൻസാക്ഷൻസ് എല്ലാത്തിനും അപ്പൊ തന്നെ ക്യാഷ് കൊടുക്കുമോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്ത് വാങ്ങിക്കുകയാണെങ്കിലും അല്ലെ എന്ത് സെല് ചെയ്യണമെങ്കിലും അപ്പൊ തന്നെ എല്ലാവരും ക്യാഷ് കൊടുക്കും. മോസ്റ്റ്ലി മിക്കവരും കൊടുക്കുമായിരിക്കും, പക്ഷേ എന്നാലും എല്ലാവരും കൊടുക്കില്ല. പലവരിലും തമ്മിൽ പല അഗ്രിമെന്റ്സ് ഒക്കെ ഉണ്ടാവും. അപ്പൊ ഈ ഒരു കേസിൽ മണിയാണ് എന്ത്? സ്റ്റാൻഡേർഡ് ഓഫ് ഡിഫേർഡ് പേയ്മെന്റ് ആയിട്ട് യൂസ് ചെയ്യണേ. ഫ്യൂച്ചറിൽ കൊടുക്കാനുള്ള സ്റ്റാൻഡേർഡ്. ഫ്യൂച്ചറിൽ നീ എനിക്ക് ഇത്രയും തരണം, ഇത്രയും ഇൻട്രസ്റ്റ് വെച്ചിട്ട് ഇത്രയും തരണം എന്നെല്ലാം ഡിഫേർഡ് പേയ്മെന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്തിനാണ്? മണീനെയാണ്. This function of money is significant because money as a standard of deferred payment has simplified the borrowing and lending. It has led to the creation of financial institution. മണിയുടെ ഫംഗ്ഷൻ ഭയങ്കര സിഗ്നിഫിക്കന്റ് ആണ്. കാരണം എന്താ? ഈ ഒരു മണി വന്നുകൊണ്ട് മണി ആസ് എ സ്റ്റാൻഡേർഡ് ഹാസ് സിംപ്ലിഫൈഡ് ദ ബോറോയിങ് ആൻഡ് ലെൻഡിങ്. കടം കൊടുക്കലും കടം വാങ്ങിക്കലെല്ലാം എളുപ്പമായി മണി വന്നുകൊണ്ട്. ഇറ്റ് ഹാസ് ലെഡ് ടു ദ ക്രിയേഷൻ ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. അതുകൊണ്ട് എന്താ? ഇപ്പൊ കടം കൊടുക്കാനും കടം വാങ്ങിക്കാനെല്ലാം ഓരോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് തന്നെ സെറ്റപ്പ് ആയിട്ടുണ്ട്. ഇനി സ്റ്റോർ ഓഫ് വാല്യൂ. നമ്മുടെ സെക്കൻഡറി ഫംഗ്ഷന്റെ സെക്കൻഡ് ഫീച്ചറാണ് സ്റ്റോർ ഓഫ് വാല്യൂ. സെക്കൻഡറി ഫംഗ്ഷന്റെ സെക്കൻഡറി ഫീച്ചറാണ് സ്റ്റോർ ഓഫ് വാല്യൂ. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞ 4 കാര്യങ്ങളാണ് ഓർത്ത് വെക്കേണ്ടത്. അപ്പൊ ഈ 4 കാര്യങ്ങളല്ലേ ഈ ചാപ്റ്റർ മൊത്തം കവർ ആവുന്നത്. എന്ത്? മെഷർ ഓഫ് വാല്യൂ, ഡിഫേർഡ് പേയ്മെന്റ്, മീഡിയം ഓഫ് എക്സ്ചേഞ്ച്. മീഡിയം ഓഫ് എക്സ്ചേഞ്ചും മറ്റേ ഡബിൾ കോയിൻസിഡൻസ് ഓഫ് ഫണ്ട്സും സെയിം ആണ്. പിന്നെന്താ? സ്റ്റോർ ഓഫ് വാല്യൂ സെയിം അല്ലേ? ഞാൻ പറഞ്ഞത് എന്തെങ്കിലും മാറിയിട്ടുണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, ഇനി സ്റ്റോർ ഓഫ് വാല്യൂ ഒന്ന് റീഡ് ചെയ്ത് നോക്കാം. Money as a store of value means that money can be used to transfer purchasing power from present to future. Money is a way to store wealth. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇപ്പൊ കമ്മോഡിറ്റി എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും ഇപ്പൊ വീറ്റ് എക്സ്ചേഞ്ച് ചെയ്ത് വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും വീറ്റ് ഫ്യൂച്ചറിലേക്ക് വെച്ചിട്ട് ഫ്യൂച്ചറിൽ പേയ്മെന്റ് യൂസ് ചെയ്യാൻ കൊടുക്കാനൊന്നും പറ്റൂല. പക്ഷെ മണി അതല്ല. മണി നമുക്ക് ഇന്ന് കിട്ടിയാൽ നമുക്ക് ഇന്ന് വെക്കാം. ഇന്നല്ല, ഒരു 6 മാസം എത്ര നാൾ വേണമെങ്കിലും വെക്കാം. എന്നിട്ട് നിങ്ങൾക്ക് എപ്പോഴാണ് ക്യാഷ് ആവശ്യം വരണേ അപ്പോൾ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? ഇത് സ്റ്റോർ ചെയ്യാൻ പറ്റും. Money as a store of value means that money can be used to transfer purchasing power from present to future. Money is a way to store wealth. Although the wealth can be stored in other forms also, but money is the most economical and convenient way. വേറെയും രീതികളിൽ വെൽത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റുമെങ്കിലും മണിയാണ് ഏറ്റവും ഈസിയസ്റ്റും കൺവീനിയന്റ് ആയിട്ടുള്ള വേ. It provides security to individuals to meet contingencies and unpredictable emergencies. ഇപ്പൊ നമ്മുടെ ലൈഫ് ഭയങ്കര അൺസർട്ടൺ ആണ്. പലതും എപ്പോ വേണമെങ്കിലും നടക്കാം. അപ്പൊ കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ ഇതിനെല്ലാത്തിനെയും ഓവർകം ചെയ്യാം. മാക്സിമം 90% നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. It provides security to individuals to meet contingencies, unpredictable emergencies, and to pay future debts. Under barter system, it was difficult to use goods as a store of wealth due to perishable nature of some goods and high cost of storage. അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു,
ബാർട്ടർ സിസ്റ്റത്തിൽ കിട്ടുന്ന കമ്മോഡിറ്റി നമുക്ക് ഒരിക്കലും ഫ്യൂച്ചറിലേക്ക് വെച്ച് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം അത് പെരിഷബിൾ ഇൻ നേച്ചറാണ്. പെരിഷബിൾ ഇൻ നേച്ചർ എന്ന് വെച്ചാൽ ഡ്യൂറബിൾ അല്ലായിരിക്കും. കുറച്ചാൾ കഴിഞ്ഞാൽ അത് ഡിറ്റീരിയേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ചീത്തയാവും. മനസ്സിലായോ? മണി ആസ് എ സ്റ്റോർ ഓഫ് വാല്യൂ ആസ് ദ ഫോളോയിങ് അഡ്വാൻറ്റേജസ്. മണി സ്റ്റോർ ഓഫ് വാല്യൂ ആയിട്ട് കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ട്. മണി ഈസ് അവൈലബിൾ ഇൻ ഫ്രാക്ഷണൽ ഡിനോമിനേഷൻ റേഞ്ചിങ് ഫ്രം 1 to 2000. ഇപ്പൊ മണി നമുക്ക് നിങ്ങളുടെ വീട്ടിൽ തന്നെ നോക്കിയാൽ കാണാം, നിങ്ങൾക്ക് 1 രൂപയുടെ കോയിനും ഉണ്ടാവും, 2000 രൂപയുടെ നോട്ടും ഉണ്ടാവും. അപ്പൊ മണി പല ഫ്രാക്ഷൻസിലും അവൈലബിൾ ആണ്. 1, 2, 5, 10, 100, 200, 500, 2000. അപ്പൊ പല ഫ്രാക്ഷൻസിലും അവൈലബിൾ ആണ്. അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റും. മണി ഈസ് ഈസിലി പോർട്ടബിൾ. ക്യാഷ് കൊണ്ടുനടക്കാൻ പാടാണോ? അല്ല. മണി ഈസി ആയിട്ട് പോർട്ട് ചെയ്യാൻ പറ്റും. ഒരു സ്ഥലത്തു നിന്ന് വേറെ സ്ഥലത്തേക്ക് ഈസി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. So it is easy and economical to store money as its storage does not require much space. അധികം സ്പേസ് ഒന്നും വേണ്ട. Money has a merit of general acceptability. കുറെ നേരം സംസാരിച്ചിട്ടാണ് തോന്നുന്നു, നാക്ക് ടിസ്റ്റാണ്. ഓക്കെ, മണി ഹാസ് എ മെറിറ്റ് ഓഫ് ജനറൽ അക്സെപ്റ്റബിലിറ്റി. എല്ലായിടത്തും അക്സെപ്റ്റ് ചെയ്യും. ഇതെല്ലാം ഈ ചാപ്റ്റർ മൊത്തം പറഞ്ഞതിനെ പിന്നെ ഞാൻ പറയാം എന്താ. സോ ഇറ്റ് ക്യാൻ ബി ഈസിലി എക്സ്ചേഞ്ച് ഫോർ ഗുഡ്സ് അറ്റ് ഓൾ ടൈം. എല്ലാ സമയത്തും ഏത് ഗുഡിന് വേണ്ടിയാണെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും. കാരണം എന്താ, ജനറൽ അക്സെപ്റ്റബിലിറ്റി, എവിടെ വേണമെങ്കിലും അക്സെപ്റ്റ് ചെയ്യും. സേവിങ്സ് ഇൻ ടേംസ് ഓഫ് മണി ആർ മച്ച് മോർ സെക്യൂർ ദാൻ ഇൻ ടേംസ് ഓഫ് ഗുഡ്. ഗുഡ് സ്റ്റോർ ചെയ്യുന്നതിനേക്കാളും അല്ലെങ്കിൽ സേവ് ചെയ്യുന്നതിനേക്കാളും ഏറ്റവും ബെറ്റർ ആണ് എന്ത്, മണി സേവ് ചെയ്യുന്നത്. ബെറ്റർ അല്ല, സെക്യൂർഡ് ആണ് കുറച്ചുകൂടി. മണി ഹാസ് ഓവർകം ദ ഡ്രോബാക്സ് ഓഫ് ബാർട്ടർ സിസ്റ്റം. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച്, നമ്മൾ ബാർട്ടർ സിസ്റ്റത്തിന്റെ ലിമിറ്റേഷൻസ് പഠിച്ച്, ഇനി മണിയുടെ ഫങ്ഷൻസ് പഠിച്ച്, അപ്പൊ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ ഇട്ടിട്ടുണ്ടാവും എങ്ങനെയൊക്കെയാണ് നമ്മുടെ ലിമിറ്റേഷൻസ് നമ്മുടെ മണി ഓവർകം ചെയ്തതെന്ന്, അല്ലെ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഫസ്റ്റ് വൺ ആണ് മീഡിയം ഓഫ് എക്സ്ചേഞ്ച്. മണി ഉള്ളതുകൊണ്ട് ഈസി ആയിട്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും. ഡബിൾ കോയിൻസിഡൻസ് ഓഫ് ബോണ്ടിന്റെ ആ ഒരു പ്രശ്നമേ ഇല്ല. അതാണ് ആ ഒരു പ്രോബ്ലം ബാർട്ടർ സിസ്റ്റത്തിൽ എലിമിനേറ്റ് ചെയ്തത്. ഇനി അടുത്താണ് മെഷർ ഓഫ് വാല്യൂ. മണിയിൽ ഒരു കോമൺ ആയിട്ട് എക്സ്പ്രസ് ചെയ്ത വാല്യൂ ഉണ്ട്. അതുകൊണ്ട് എന്തിന് എത്രയാണോ കൊടുക്കേണ്ടതെന്ന് ഒരു കോമൺ മെഷർ ഉണ്ട്. അതുകൊണ്ട് ഈ ഇപ്പൊ പല റേറ്റിന്റെ സാധനങ്ങളും, ഇപ്പൊ എന്താ, വാട്ടർമെലന് 100 രൂപയാണ്, ആപ്പിള് 10 രൂപയാണ്. 10 രൂപയുടെ ആപ്പിള് എന്താ, വാട്ടർമെലൻ 100 രൂപയുടെ ആപ്പിളിന് വേണ്ടി എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റൂലല്ലോ. അപ്പൊ ആ ഒരു കേസിൽ 100 രൂപ കൊടുത്താൽ 100 രൂപയുടെ വാട്ടർമെലോൺ കിട്ടും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഈ മെഷർ ഓഫ് വാല്യൂ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി സ്റ്റോർ ഓഫ് വാല്യൂ. സ്റ്റോർ ഓഫ് വാല്യൂല് നമ്മ എന്താ പറയണ്ടേ, മറ്റേതെല്ലാം പെരിഷബിൾ ഇൻ നേച്ചർ, എന്താ കമ്മോഡിറ്റീസ് എല്ലാം. പക്ഷെ മണി പെരിഷബിൾ അല്ല, നമുക്ക് എപ്പോ വേണമെങ്കിലും യൂസ് ചെയ്യാം, എത്ര നാളാണെങ്കിലും സ്റ്റോർ ചെയ്യാം, സെക്യൂർ ആണ്, കൺവീനിയന്റ് ആണ്. മനസ്സിലായില്ലേ? പിന്നെ എവിടെ വേണമെങ്കിലും അക്സെപ്റ്റ് ചെയ്യും. സിമ്പിൾ അല്ലേ? നിങ്ങളൊന്ന് റീഡ് ചെയ്ത് നോക്കട്ടെ, ഞാൻ ജസ്റ്റ് ഓവർവ്യൂ ആയിട്ടൊന്ന് പറയുന്ന. ഇനി സ്റ്റാൻഡേർഡ് ഓഫ് ഡിഫേർഡ് പേയ്മെന്റ്. സ്റ്റാൻഡേർഡ് ഓഫ് ഡിഫേർഡ് പേയ്മെന്റിൽ ഞാൻ പറഞ്ഞിരുന്നത് ഈ നമ്മുടെ ലിമിറ്റേഷൻസും, നിങ്ങൾ ഇതിൽ എന്ത് ക്വസ്റ്റ്യൻ പറഞ്ഞാൽ ലിമിറ്റേഷൻസും നമ്മുടെ മണിയുടെ ഫീച്ചറും കൂടി ഒന്ന് മിക്സ് ചെയ്തൊന്ന് എഴുതിയ ആൻസർ സെറ്റായി. അപ്പൊ സ്റ്റാൻഡേർഡ് ഓഫ് ഡിഫേർഡ് പേയ്മെന്റിൽ നമ്മൾ എന്താ, ലിമിറ്റേഷനിൽ എന്താണെന്ന് പഠിച്ചേ. ഗുഡിന്റെ വാല്യൂ ചിലപ്പോൾ ആ ടൈമിൽ കൂടും, അല്ലെ ആ ടൈമിൽ കുറയും. പിന്നെ എങ്ങനെയാണ് റീപേയ്മെന്റ് ചെയ്യേണ്ടത്, എപ്പോഴാണ് ചെയ്യേണ്ടത്, ചില കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാവും. മണി ഉള്ളതുകൊണ്ട് ഈ ഒരു കൺഫ്യൂഷൻസ് എല്ലാം സെറ്റിൽ ആയിരിക്കും. ഇപ്പൊ ഇന്ന് 60,000 കൊടുക്കേണ്ടതും നാളെ 60,000 തന്നെ കൊടുത്താൽ മതി. ഇപ്പൊ ഞാൻ നേരത്തെ ഒരു ഗോൾഡിന്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞത്, 10,000 രൂപയുടെ ഗോൾഡ് ഇന്ന് കൊടുക്കണം. പക്ഷെ ആ 10,000 രൂപയുടെ ഗോൾഡ് 6 ലക്ഷം രൂപ അല്ലെങ്കിൽ 2 ലക്ഷം രൂപയുടെ ആയി മാറി. അതുകൊണ്ട് ആ ഗോൾഡ്, ആ സെയിം എമൗണ്ട് ഓഫ് ഗോൾഡ് കൊടുക്കാൻ പറ്റൂല. പക്ഷെ പറഞ്ഞത് ആ സെയിം എമൗണ്ട് ഓഫ് ഗോൾഡ് കൊടുക്കൂന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെയൊക്കെ ഒരു ബാരിയർ വന്നുകൊണ്ട് മണി ആ ഒരു പ്രോബ്ലംസ് ഓവർകം ചെയ്ത്. സിമ്പിൾ അല്ലേ? സിമ്പിൾ. അപ്പൊ നമ്മുടെ ബാർട്ടർ സിസ്റ്റത്തിന്റെ ഓൾമോസ്റ്റ് എല്ലാം ഒന്ന് കവർ ആയിട്ടുണ്ട്. ഇനി മണിയുടെ ഡെഫിനിഷൻ, നമ്മൾ മണിയുടെ ഫങ്ഷൻസ് എല്ലാം പഠിച്ച്, പ്രൈമറി സെക്കൻഡറി എല്ലാം പഠിച്ച്. ഇനി മണിക്ക് കുറച്ച് ഡെഫിനിഷൻ ഉണ്ട്. എന്താണ് ഡെഫിനിഷൻ? നമ്മൾ ഇത്ര മണി എന്താണെന്ന് പഠിച്ചില്ല. നിങ്ങൾ ആദ്യമേ വിചാരിച്ചിട്ടുണ്ടാവും മണി എന്താന്ന് പഠിക്കാണ്ടാണോ നമ്മൾ പ്രൈമറി ഫങ്ഷൻസ് എന്താന്ന് പഠിക്കണം. അപ്പൊ നമുക്ക് മണി എന്താ ഡെഫിനേഷൻ നോക്കാം. മണി is anything which is generally accepted as a medium of exchange, measure of value, store of value and means for standard of deferred payment. മണി എന്തുമാണ് വിച്ച് ഇസ് ജനറലി അക്സെപ്റ്റഡ് ആസ് എ മീഡിയം ഓഫ് എക്സ്ചേഞ്ച്. മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നതും സ്റ്റാൻഡേർഡ് ഓഫ് ഡിഫേർഡ് പേയ്മെന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതും സ്റ്റോർ ഓഫ് വാല്യൂ ഉള്ളത് പിന്നെന്താ എല്ലാം പറഞ്ഞോ. അപ്പൊ ഇതിനെല്ലാമാണ് മണി എന്ന് പറയാം. മണി ഈസ് എനിത്തിങ്, എന്തുമാവാം. എനിത്തിങ് വിച്ച് ഇസ് ജനറലി അക്സെപ്റ്റഡ് ആസ് എ മീഡിയം ഓഫ് എക്സ്ചേഞ്ച്. മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആയിട്ട് അക്സെപ്റ്റ് ചെയ്യണ എന്തും, മെഷർ ഓഫ് വാല്യൂ ഉള്ള എന്തും, സ്റ്റോർ ഓഫ് വാല്യൂ ഉള്ള എന്തും ആൻഡ് മീൻസ് ഫോർ സ്റ്റാൻഡേർഡ് ഓഫ് ഡിഫേർഡ് പേയ്മെന്റ്, ഇതെല്ലാം ഉള്ള എന്തും മണി ആയിട്ട് കൂട്ടും. സിമ്പിൾ അല്ലേ? ഭയങ്കര ഈസി അല്ലേ? നമ്മ ഇത്ര നേരം പഠിച്ച ലോജിക് വെച്ച് തന്നെ നിങ്ങൾക്ക് പറയാൻ പറ്റൂലേ?
The term money is used to cover all such things like coins, currency. അപ്പൊ മണിയിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യും? എല്ലാ സാധനങ്ങളും, എന്ത്, കോയിൻസ്, ക്യാഷ്, ചെക്ക്, ഇതെല്ലാം മണിയിൽ ഇൻക്ലൂഡഡ് ആണ്. കോയിൻസ്, കറൻസി, നോട്ട്സ്, ചെക്സ് എക്സെട്ര വിച്ച് ആർ യൂസ് ടു കണ്ടക്ട് ബിസിനസ് ട്രാൻസാക്ഷൻ, സെറ്റിൽമെന്റ് ഓഫ് ബിസിനസ് ക്ലെയിം. എന്ത് ബിസിനസ് ട്രാൻസാക്ഷൻ നടത്താനായിട്ട് യൂസ് ചെയ്യുന്ന സാധനങ്ങളായാലും അത് മണിയിൽ പെടും. It must be noted that money can be any commodity chosen by common consent as an instrument of exchange of goods and services. ഇതിൽ എന്താ പറയുക വെച്ചാൽ മണി എന്തുമാവാം, വിച്ച് ഇസ് ചോസൺ വിത്ത് എ കോമൺ അണ്ടർസ്റ്റാൻഡിങ് അല്ലെ കോമൺ കൺസെന്റ്. രണ്ടുപേരും ഒരു സാധനം കൺസെന്റ് കൊടുത്ത് ഇത് മണിയായിട്ട് അക്സെപ്റ്റ് ചെയ്യാമെങ്കിൽ അതാണ് മണി. മനസ്സിലായ? സിമ്പിൾ അല്ലേ? എന്തൊരു ഈസിയാ. ഇനി നമ്മളിപ്പോ ഡെഫിനേഷൻ ഓഫ് മണിയാണ് പഠിച്ചത്. ഇനി നമുക്ക് ലീഗൽ ഡെഫിനേഷൻ ഓഫ് മണി പഠിക്കാം. ഓക്കെ, ഇനി നമുക്ക് ലീഗൽ ഡെഫിനേഷൻ ഓഫ് മണി പഠിക്കാം. അക്കോർഡിംഗ് ടു ദിസ് ഡെഫിനേഷൻ, മണി ഇസ് വാട്ട് ദ ലോ സേസ് ഇസ് മണി. ലീഗലി മണി എന്താന്ന് വെച്ചാ, എന്താണ് ലോ പറയണേ മണി, അതാണ് മണി. എന്തെങ്കിലും മനസ്സിലായ? ഇല്ലല്ലോ. അക്കോർഡിംഗ് ടു ദിസ് ലോ പറയുന്നത് മണി ഇസ് വാട്ട് ദ ലോ സേസ് ഇസ് മണി. നിയമം എന്താണോ മണി എന്ന് പറയുന്നത് അതാണ് മണി. സോ എനിത്തിങ് വിച്ച് ദ ഗവൺമെന്റ് ഡിക്ലെയർസ് ആസ് മണി ഇസ് മണി. ഗവൺമെന്റ് എന്താണ് മണി എന്ന് പറയുന്നത് അതാണ് മണി. സിമ്പിൾ അല്ലേ? ഒരു ഫൺ രീതിയിൽ പഠിച്ചൂടെ? ഓൺ ദ ബേസ് ഓഫ് ലീഗൽ റെക്കഗ്നിഷൻ മണി ഇസ് 2 kinds. അപ്പൊ ലീഗലി മണി 2 ടൈപ്പ് ഉണ്ട്. ലീഗൽ ടെൻഡർ മണിയും പിന്നെ നോൺ ലീഗൽ ടെൻഡർ മണിയും. ഈ 2 ടൈപ്സ് ആണ് ഉള്ളത്. ലീഗൽ ടെൻഡർ മണിയും നോൺ ലീഗൽ ടെൻഡർ മണി എന്താണെന്നത് നോക്കാം. ലീഗൽ ടെൻഡർ മണി എന്ന് വെച്ചാൽ മണി വിച്ച് ക്യാൻ ബി ലീഗലി യൂസ് ടു മേക്ക് പേയ്മെന്റ്സ് ഓഫ് ഡെപ്റ്റ്സ് ഓർ അതർ ഒബ്ലിഗേഷൻസ് ടേംഡ് ആസ് ലീഗൽ ടെൻഡർ മണി. ലീഗലി നമുക്കൊരു കടം കൊടുക്കാനുള്ളത്, കടം വീട്ടാനും എല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്നത് ഏത്? ലീഗലി കൊടുക്കാൻ പറ്റുന്നതിനാണ് എന്ത് മണി എന്ന് പറയുന്നത്. എന്ത്? ലീഗൽ ടെൻഡർ മണി എന്ന് പറയുന്നത്. എ ക്രെഡിറ്റർ ഇസ് ഒബ്ലൈഡ് ബൈ ലോ ടു റിസീവ് സച്ച് മണി ഇൻ പേയ്മെന്റ്സ് ഓഫ് ഡെപ്റ്റ് ഡ്യൂ ടു ഹിം. അപ്പൊ ഞാൻ കടം കൊടുത്തു. അപ്പൊ ലീഗലി എനിക്കും എന്താ ലീഗൽ ടെൻഡർ മണിയാണ് തിരിച്ചു കിട്ടേണ്ടത്. A creditor is obliged by law to receive such money in payment of debt due to him. Legal tender money is of 2 kinds. Legal tender money 2 ടൈപ്പ് ഉണ്ട്. ലിമിറ്റഡ് ലീഗൽ ടെൻഡറും അൺലിമിറ്റഡ് ലീഗൽ ടെൻഡറും. ഇപ്പൊ നമുക്കൊരു കൺഫ്യൂഷൻ വന്നേ, അത് 2 ഉണ്ട്, ഇത് 2 ഉണ്ട്. സിമ്പിൾ ആണ്. ഇതിൽ പഠിക്കുന്നത് ലീഗൽ ടെൻഡർ മണി. ലീഗൽ ടെൻഡർ മണിക്ക് 2 ടൈപ്പ് ഉണ്ട്, പിന്നെ ലീഗലി മണിക്കും 2 ടൈപ്പ് ഉണ്ട്. മനസ്സിലായ? ലീഗലി മണിക്കുള്ള 2 ടൈപ്പ് എന്തൊക്കെയാ? ലീഗൽ ടെൻഡർ മണിയും നോൺ ലീഗൽ ടെൻഡർ മണിയും. ഇനി ലീഗൽ ടെൻഡർ മണിക്കുള്ള 2 ടൈപ്പ് ഏതൊക്കെ? ലിമിറ്റഡ് ലീഗൽ ടെൻഡറും അൺലിമിറ്റഡ് ലീഗൽ ടെൻഡർ. എല്ലാം തെറ്റുന്നു. Limited legal tender. It refers to that form of legal tender money which can be paid in discharge of debt up to a certain limit. Beyond this limit, a person may refuse to accept the payment and no legal action can be taken against him. അപ്പൊ ഇതിൽ എന്താ പറയുന്നത് വെച്ചാൽ എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്. മീൻസ് പേയ്മെന്റിന് ഒരു ലിമിറ്റ് വെച്ചിട്ടുണ്ട്. ഈ ഒരു ലിമിറ്റ് വരെ നമുക്ക് ഈ ഒരു മണി യൂസ് ചെയ്യാൻ പറ്റും. ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മുടെ കോയിൻസ് നമുക്ക് പേയ്മെന്റ് ഓഫ് ടു 1000 rupees വരെ നമുക്ക് കോയിൻസ് കൊടുക്കാൻ പറ്റും. പക്ഷെ 1000 കഴിഞ്ഞാൽ ഒരാൾക്കും കോയിൻസ് നിർബന്ധിക്കാൻ പറ്റൂല. മനസ്സിലായോ? 1000 rupees വരെ കടം പേ ഓഫ് ചെയ്യാനായിട്ട് നമുക്ക് കോയിൻസ് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ 1000 കഴിഞ്ഞാൽ ഈ കിട്ടേണ്ട, ഇപ്പൊ ഞാനാണ് കാശ് കൊടുത്തെങ്കിൽ എനിക്ക് 1000 കൂടുതൽ നിങ്ങൾ കോയിൻസ് എടുത്ത് തരികയാണെങ്കിൽ എനിക്ക് ലീഗലി ഡിനൈ ചെയ്യാൻ പറ്റും, എനിക്കിത് വേണ്ടെന്ന് പറയാൻ പറ്റും. പക്ഷെ അൺലിമിറ്റഡ് ലീഗൽ ടെൻഡർ മണി എന്ന് വെച്ചാൽ നിങ്ങൾ എനിക്കത് തരുമ്പോൾ എനിക്ക് ഒരിക്കലും നോ പറയാൻ പറ്റൂല. നമ്മുടെ ഇന്ത്യയിൽ കോയിനേജ് ആക്ടിൽ പറയേണ്ടത് 1000 കൂടുന്ന കോയിൻസ്, 1000 സം ഓഫ് വാല്യൂ 1000 കൂടുന്ന കോയിൻസ് ആർക്കും ഡിനൈ ചെയ്യാൻ പറ്റും. അൺലിമിറ്റഡ് ലീഗൽ ടെൻഡറിൽ ഇറ്റ് റെഫേഴ്സ് ടു ദാറ്റ് ഫോം ഓഫ് ലീഗൽ ടെൻഡർ മണി വിച്ച് ക്യാൻ ബി പെയ്ഡ് ഇൻ ഡിസ്ചാർജ് ഓഫ് എ ഡെപ്റ്റ് ഓഫ് എനി എമൗണ്ട്. അപ്പൊ എത്ര കാശായാലും എത്ര വാല്യൂ ആയാലും ഈ അൺലിമിറ്റഡ് ലീഗൽ ടെൻഡർ മണി യൂസ് ചെയ്ത് പേ ചെയ്യാൻ പറ്റും. ഈ അൺലിമിറ്റഡ് ലീഗൽ ടെൻഡർ മണി എന്ന് പറയുമ്പോൾ പേയ്മെന്റ് ഇൻ ക്യാഷ് ആണ്, കോയിൻസ് അല്ല. ക്യാഷ് ഇന്ത്യയിലെ അൺലിമിറ്റഡ് ലീഗൽ ടെൻഡർ മണിയാണ്. ഇപ്പൊ എത്ര ലക്ഷമായാലും എത്ര കോടികളായാലും ക്യാഷിൽ കൊടുക്കാൻ പറ്റും. പക്ഷെ കോയിൻസ് എന്താ? ലിമിറ്റഡ് ലീഗൽ ടെൻഡർ മണിയാണ്. അതുകൊണ്ട് എന്താ 1000 കൂടുതൽ കൊടുക്കാൻ പറ്റൂല. ഒരു മൂവിയുടെ ഒരു സീൻ ഉണ്ട്. ഇപ്പൊ ഒരു ഫാമിലി കോർട്ടില് ഒരാൾ മെയിൻ്റെനൻസ് കൊടുക്കുകയാണ് ഡിവോഴ്സ് ടൈമിൽ. എന്നിട്ട് 21,000 അങ്ങനെ എന്തോ ആണ് എന്റെ മൈൻഡില്, 21,000 ആണ് കൊടുക്കുന്നത്. അത് ഫുൾ കോയിൻസ് ആണ്. എന്നിട്ട് ഇത് ഇവൾക്ക് എണ്ണി എടുക്കട്ടെ, ഇവളെ എന്നോട് എണ്ണിയാണ് കണക്ക് പറഞ്ഞതെന്ന് ആ ഒരു സീൻ ഉണ്ട്. ശരിക്കും അതൊന്നും ലീഗലി വാലിഡ് അല്ല. കാരണം എന്താണെന്ന് അറിയോ?
നമ്മുടെ ഇന്ത്യയിൽ ലീഗൽ ടെൻഡർ മണി ഉണ്ട്, നോൺ ലീഗൽ ടെൻഡർ മണി ഉണ്ട്. അപ്പൊ ലീഗൽ ടെൻഡർ മണിയിൽ രണ്ടെണ്ണം ഉണ്ട്. എന്താ? ലിമിറ്റഡും അൺലിമിറ്റഡും. ലിമിറ്റഡിൽ 1000 വരെയുള്ള കോയിൻസ് ആണ് കൊടുക്കാൻ പറ്റുള്ളൂ. അതിൽ കൂടുതൽ കോയിൻസ് കൊടുക്കാൻ പറ്റൂല. ആൻഡ് അൺലിമിറ്റഡിൽ ക്യാഷ് എത്ര വേണമെങ്കിലും കൊടുക്കാം. മനസ്സിലായില്ലേ? ക്ലിയർ അല്ലേ? സിമ്പിൾ അല്ലേ? ഓക്കെ. ഇനി മണി സപ്ലൈ ആണ്. അത് ഞാൻ ഒന്ന് വെള്ളം കുടിച്ചിട്ട് എടുക്കാം. നമ്മളിനി പഠിക്കാൻ പോകുന്നതാണ് മണി സപ്ലൈ. എന്താണ് മണി സപ്ലൈ? മണി സപ്ലൈ എന്ന് നമ്മൾ സിമ്പിൾ ആയിട്ട് നോക്കാം. മണി സപ്ലൈ റെഫേഴ്സ് ടു ടോട്ടൽ വോളിയം ഓഫ് മണി ഹെൽഡ് ബൈ പബ്ലിക് അറ്റ് എ പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈം ഇൻ ആൻ ഇക്കണോമി. ഇക്കണോമിയിൽ ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈമിൽ പബ്ലിക്കിന്റെ കയ്യിലുള്ള മണീനെയാണ് മണി സപ്ലൈ എന്ന് പറയണേ. മണി സപ്ലൈ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും മണി ഇങ്ങനെ സപ്ലൈ ചെയ്ത് കൊടുക്കല് ആണെന്നൊക്കെ. അല്ല, മണി സപ്ലൈ എന്ന് വെച്ചാൽ പെർട്ടിക്കുലർ ടൈമിൽ, ഒരു എക്കണോമിയിൽ പെർട്ടിക്കുലർ ടൈം, ഒരു സ്പെസിഫിക് ടൈമിൽ പബ്ലിക്കിന്റെ അടുത്ത് എത്ര വോളിയം ഓഫ് ക്യാഷ് ഉണ്ടോ അല്ലെങ്കിൽ എത്ര വോളിയം ഓഫ് മണി ഉണ്ടോ അതിനാണ് മണി സപ്ലൈ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? സിമ്പിൾ അല്ലേ? ക്ലിയർ അല്ലേ? ഇനി മണി സപ്ലൈന് കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. ഇറ്റ് ഇൻക്ലൂഡ്സ് മണി ഹെൽഡ് ബൈ പബ്ലിക് ഓൺലി. മണി സപ്ലൈയിൽ പബ്ലിക്കിന്റെ അടുത്തുള്ള ക്യാഷ് മാത്രം ഇൻക്ലൂഡ് ചെയ്യുള്ളൂ. ദ ടേം പബ്ലിക് സിഗ്നിഫൈസ് ദ മണി യൂസിങ് സെക്ടർ, ദാറ്റ് ഈസ് ഇൻഡിവിജ്വൽസ് ആൻഡ് ബിസിനസ് ഫേംസ്. ഈ മണി യൂസിങ് സെക്ടർ എന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വൽസും ബിസിനസ് സെക്ടേഴ്സിനും മാത്രമാണ്. എന്ന് വെച്ചാൽ എന്താ, എപ്പോഴും ക്യാഷ് ഇങ്ങനെ യൂസ് ചെയ്യണവരെ മാത്രമാണ് ഇത് ഇൻക്ലൂഡ് ചെയ്യുള്ളൂ. ഇറ്റ് ഡസ് നോട്ട് ഇൻക്ലൂഡ് മണി ക്രിയേറ്റിംഗ് സെക്ടർ. ഇപ്പൊ പ്രൊഡ്യൂസേഴ്സ് ഈ ഗവൺമെന്റ് ആയാലും ഇവരുടെ ഒന്നും മണി ഒരിക്കലും, സപ്ലയേഴ്സ് ഓഫ് മണി, ഇവരുടെ ഒന്നും മണി ഒരിക്കലും മണി സപ്ലൈയിൽ പെടൂല. ഓൺലി ഹെൽഡ് ബൈ പബ്ലിക്. ഗവൺമെന്റ് ആൻഡ് ബാങ്ക് സിസ്റ്റം ആസ് ക്യാഷ് ബാലൻസ് by them do not come into actual circulation in the country. ഗവൺമെന്റിന്റെ കയ്യിലുള്ള ക്യാഷ് ആയാലും ബാങ്കിന്റെ കയ്യിലുള്ള ക്യാഷ് ആയാലും ഒന്നും ഒരിക്കലും മണി സപ്ലൈയിൽ പെടൂല. കാരണം ഇതിലുള്ള എന്താ, ആക്ച്വൽ സർക്കുലേഷനിൽ ഇറങ്ങിയിട്ടില്ല ഈ ക്യാഷ് ഒന്നും. ഇറ്റ് ഈസ് എ സ്റ്റോക്ക് കൺസെപ്റ്റ്. ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് എ പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈം. ഇതൊരു സ്റ്റോക്ക് കൺസെപ്റ്റ് ആണ്. നമ്മൾ പറഞ്ഞല്ല, മണി സപ്ലൈ എന്താ, ടോട്ടൽ വോളിയം ഓഫ് മണി ഹെൽഡ് ബൈ പബ്ലിക് അറ്റ് പെർട്ടിക്കുലർ ടൈം. പെർട്ടിക്കുലർ ടൈം എന്ന് പറയുമ്പോഴാണ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഈ സംഭവം നമ്മൾ നാഷണൽ ഇൻകം പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കും സ്റ്റോക്ക് എന്താ, വേറെ എന്താന്നൊക്കെ പഠിക്കും. അപ്പൊ ഇതൊരു സ്റ്റോക്ക് കൺസെപ്റ്റ് ആണ് മണി സപ്ലൈ. ഇനി കമ്പോണൻസ് ഓഫ് മണി സപ്ലൈ. ദ ടു മെയിൻ കമ്പോണൻസ് ഓഫ് മണി സപ്ലൈ ആർ കറൻസി വിത്ത് പബ്ലിക്. പബ്ലിക്കിന് ഈ കമ്പോണൻസ് എന്താ, നമ്മുടെ മണി സപ്ലൈയിൽ പെടുന്ന കമ്പോണൻസ് എന്താ? Currency with public. It consists of paper notes and coins held by the public. It is the most liquid of all assets and includes coins of denomination 10, 5, 2, 1, etc. and paper notes of denomination like 2500, 200, etc. ഫസ്റ്റ് കമ്പോണന്റ് ആണ് കറൻസി വിത്ത് പബ്ലിക്. നമ്മുടെ അടുത്ത് പല ടൈപ്പ് കറൻസീസ് ഉണ്ട്. എന്താ, പല ഡിനോമിനേഷനുള്ള കറൻസീസ് ഉണ്ട്. 1, 2, 3 അങ്ങനെ 1, 2, 5, 10 എന്ന് പറയുന്ന കോയിൻസും പിന്നെ 100, 250 അങ്ങനെയൊക്കെ പറഞ്ഞ കോയിൻസും ഉണ്ട്. Currency money is also termed as fiat money. Fiat money is defined as a money which is under the fiat order from the government to. ഈ കറൻസി മണീനെ ഫിയറ്റ് മണി എന്ന് കൂടി പറയും. ഫിയറ്റ് മണി എന്ന് വെച്ചാൽ ഗവൺമെന്റ് ഓർഡർ ചെയ്യും ഈ ഒരു മണി, ഇതിനെയാണ് ഇനി മണിയായിട്ട് കൺസിഡർ ചെയ്യണേ, അതിനെയാണ് ഫിയറ്റ് മണി എന്ന് പറയുന്നത്. Currency money is also termed as fiat money. Fiat money is defined as a money which is under the fiat or order from the government to act as money. Money which is under the ഫിയറ്റ് ഓർ ഓർഡർ ഓഫ് ദ ഗവൺമെന്റിന്റെ ഓർഡറിൽ മണിയായിട്ട് ആക്ട് ചെയ്യുന്നതിനെയാണ് ഫിയറ്റ് മണി എന്ന് പറയുന്നത്. ശരിക്കും കറൻസി ഒന്നും ആലോചിച്ച് നോക്കിയാൽ സാധൊരു പേപ്പർ അല്ലേ, എന്തിനാ നമ്മൾ ഇത്ര വാല്യൂ കൊടുക്കണേ? അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ഗവൺമെന്റിന്റെ ഓർഡറിൽ മണിയായിട്ട് ആക്ട് ചെയ്യണതിനെയാണ് ഫിയറ്റ് മണി എന്ന് പറയുന്നത്. നമ്മുടെ കറൻസി എല്ലാം ഫിയറ്റ് മണിയാണ്. That is, under law, it must be accepted for all debts. It is also termed as legal tender money as it can be legally used to make payment of debts. അപ്പൊ ഇതിനെ ലീഗൽ ടെൻഡർ മണി എന്ന് കൂടി പറയും. കാരണം എന്താ, ഇത് പേയ്മെന്റ്സ് ഡെപ്റ്റ് എല്ലാം പേ ഓഫ് ചെയ്യാനെല്ലാം പറ്റുന്നതാണ്. നമ്മൾ നോൺ ലീഗൽ ടെൻഡർ മണി എടുത്തോന്ന് എനിക്കൊരു ഡൗട്ട്. നോൺ ലീഗൽ ടെൻഡർ മണി എടുത്തെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും അവസാനം ഒന്നുകൂടി എടുക്കാം. ഞാൻ അത് എടുത്തോ സ്കിപ്പായോ എന്നൊരു ഡൗട്ട് ഉണ്ട്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് കമ്പോണൻസ് ഓഫ് മണി സപ്ലൈ ഫസ്റ്റ് വൺ എന്താ, കറൻസി ഹെൽഡ് വിത്ത് പബ്ലിക്, പല ഡിനോമിനേഷനിലുണ്ട്. ഇനി സെക്കൻഡ് വൺ ആണ് ഡിമാൻഡ് ഡെപ്പോസിറ്റ്സ് വിത്ത് ദ ബാങ്ക്. It refers to demand deposits or bank money of the public with commercial banks. Demand deposits are deposits which can be encashed by issuing checks at any time by the account holder. ബാങ്കിന്റെ കയ്യിലുള്ള ക്യാഷ്, ബാങ്കിന്റെ കയ്യിലുള്ള ഡെപ്പോസിറ്റ്സ് ഈ മണി സപ്ലൈയിൽ പെടും. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും, നീ അല്ലാണോ നേരത്തെ പറഞ്ഞ മണി സപ്ലൈയിൽ ബാങ്കിന്റെ അടുത്തുള്ള ക്യാഷ് പെടൂലെന്ന്? ഞാൻ പറഞ്ഞത് ബാങ്ക് വേറൊരു ബാങ്കില് ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഫണ്ട് പെടൂല. കാരണം ഇതൊന്നും സർക്കുലേഷനിൽ വന്നില്ല. Only net
demand deposits are included. It must be noted that demand deposits are taken on net basis. That is, interbank deposits are excluded. Interbank deposits are the deposit held by banks on behalf of others. Such deposits do not form a part of the money supply as they do not belong to public. ഇതിനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ബാങ്കിന്റെ കയ്യിലുള്ള ക്യാഷ്, ആ ബാങ്കിന്റെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ എന്താ, ബാങ്ക് വേറെ ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്, ഇന്റർ ബാങ്ക് ഡെപ്പോസിറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യില്ല. പക്ഷെ ആൾക്കാർ, പബ്ലിക് അവരുടെ ഡിമാൻഡ് ഡെപ്പോസിറ്റ്സ് ബാങ്കിൽ ഇട്ടേക്കുന്നത് അത് മണി സപ്ലൈയിൽ പെടും. കാരണം ഇതെല്ലാം പെട്ടെന്ന് എൻകാഷ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ പോയി ബാങ്കിൽ പോയി കാർഡ് ഇട്ടാൽ എനിക്ക് ഞാൻ ക്യാഷ് തിരിച്ചിട്ടും, ചെക്ക് കൊടുത്താൽ ഞാൻ അതിലിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്ന ക്യാഷ് എനിക്ക് തിരിച്ചിട്ടും. ഗ്രോസ് ഡിമാൻഡ് ഡെപ്പോസിറ്റ്സ് ഇൻക്ലൂഡ് ഇന്റർ ബാങ്ക് ഡെപ്പോസിറ്റ്. ഇനി നെറ്റ് ഡിമാൻഡ് ഡെപ്പോസിറ്റ് ആണെങ്കിൽ ഇത് കൂട്ടൂല, എന്ത്, ഇന്റർ ബാങ്ക് ഡെപ്പോസിറ്റ് കൂട്ടില്ല. പക്ഷെ ഗ്രോസ് ആണെങ്കിൽ എല്ലാം കൂട്ടും. ഈ ഗ്രോസ് നെറ്റ് എന്താണെന്നൊക്കെ നമ്മൾ നാഷണൽ ഇൻകം പഠിക്കും. ഭയങ്കര സിമ്പിൾ ആണ്. ഗ്രോസ് എന്ന് പറയുമ്പോൾ ഒരു സാധനം ആഡ് ചെയ്യും, നെറ്റ് എന്ന് പറയുമ്പോൾ ഒരു സാധനം ആഡ് ചെയ്യൂല, അത്രയൊക്കെ ഉള്ളൂ. ഇതിലെന്താ, ഗ്രോസ് ഡിമാൻഡ് ഡെപ്പോസിറ്റ്സ് include interbank deposits, while net demand deposits do not include it. It must be noted that only net demand deposits are taken as part of money supply. അപ്പൊ മണി സപ്ലൈയുടെ പാർട്ടായിട്ട് എടുക്കുന്നത് എന്താ, നെറ്റ് ഡിമാൻഡ് ഡെപ്പോസിറ്റ്സ് മാത്രമാണ് എന്ത്, മണി സപ്ലൈയുടെ പാർട്ടായിട്ട് യൂസ് ചെയ്യുന്നത്. മനസ്സിലായ? അതുകൊണ്ട് ഇന്റർ ബാങ്ക് ഡെപ്പോസിറ്റ്സ്, അതായത് ഒരു ബാങ്ക് വേറെ ബാങ്കിൽ നിക്ഷേപിക്കുന്നതൊന്നും ഇതിൽ കൂട്ടൂല. അതെല്ലാം ഗ്രോസ് ഡിമാൻഡ് ആണ്. അത് ഇപ്പൊ അതൊന്നും പഠിക്കണം ആവശ്യമില്ല, എന്നാലും ഇത് അറിഞ്ഞിരിക്കണം. ഒരു ബാങ്ക് വേറെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് എടുക്കൂല, കാരണം മണി സപ്ലൈയുടെ പാർട്ട് എന്താ, നെറ്റ് ഡിമാൻഡ് ഡെപ്പോസിറ്റ്സ് ആണ്. സിമ്പിൾ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി മെഷേഴ്സ് ഓഫ് മണി സപ്ലൈ. നിങ്ങളുടെ ബുക്കിൽ നോക്കിയാൽ നമുക്ക് 4 മെഷർ കാണാൻ പറ്റും. പക്ഷെ നിങ്ങൾക്ക് ആകെ ഒരു മെഷർ മാത്രമേ പഠിക്കാനുള്ളൂ. M1. It is the first and basic measure of money supply. M1 is the most liquid measure of money supply as all its components are easily used as medium of exchange. M1 ആണ് ഏറ്റവും ഫസ്റ്റും ബേസിക് മെഷർ ഓഫ് മണി സപ്ലൈ. മണി സപ്ലൈയുടെ ഏറ്റവും ബേസിക് മെഷർമെന്റ് എന്താ, M1 ആണ്. ഇതാണ് ഏറ്റവും ലിക്വിഡ് മെഷർ ഓഫ് മണി. കാരണം എന്താ നോക്കിയേ, M1 പെടുന്നതാണ് കറൻസി ആൻഡ് കോയിൻസ് വിത്ത് പബ്ലിക്. അത് ലിക്വിഡ് അല്ലേ, നമ്മുടെ കയ്യിലുള്ളതല്ലേ? അതെ. കറൻസി ആൻഡ് കോയിൻസ് held with public. Demand deposits of commercial banks. Commercial banks നമ്മൾ ഇടുന്ന ക്യാഷ് ഡെപ്പോസിറ്റ്സ് അതെല്ലാം എന്താ, നമ്മുടെ കയ്യിലുള്ളതാണല്ലോ, നമുക്ക് എപ്പോൾ ചെന്നാലും കിട്ടുന്നതാണല്ലോ. പിന്നെ അത് ഡെപ്പോസിറ്റ്സ് ഓഫ് RBIയുടെയും വേറെ ഡെപ്പോസിറ്റ്സ്, ഇതെല്ലാമാണ് M1 മെഷറിൽ വരുന്നത്. സിമ്പിൾ അല്ലേ? ഇത് ജസ്റ്റ് ഇത്ര പഠിച്ചത്. M1 is equal to കറൻസി ആൻഡ് കോയിൻസ് വിത്ത് പബ്ലിക്, പിന്നെ ഡിമാൻഡ് ഡെപ്പോസിറ്റ്സ് വിത്ത് ബാങ്ക്, പിന്നെ അത് ഡെപ്പോസിറ്റ്സ് ഓഫ് RBI. സിമ്പിൾ അല്ലേ? മണി സപ്ലൈയില് മെഷേഴ്സിലായി നിങ്ങൾക്ക് ഓർമ്മയുള്ളൂ, M1 ഉള്ളൂ, അത് അത്രേ ഉള്ളൂ. പിന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് മൊത്തം നോക്കുകയാണെങ്കിൽ കമ്പോണൻസ് ഓഫ് മണി സപ്ലൈയിൽ എന്താ, കറൻസി ആൻഡ് കോയിൻസ് ഹെൽഡ് വിത്ത് പബ്ലിക്, പിന്നെ ഡിമാൻഡ് ഡെപ്പോസിറ്റ്സ്, അതെല്ലാമാണ് കമ്പോണൻസ് ഓഫ് മണി സപ്ലൈയിലുള്ള. മണി സപ്ലൈയുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാ? ഇറ്റ് ഓൺലി ഇൻക്ലൂഡ്സ് മണി ഹെൽഡ് വിത്ത് പബ്ലിക്. പബ്ലിക്കിന്റെ അടുത്ത് മാത്രമുള്ളത് എന്ന് വെച്ചാൽ മണി യൂസിങ് സെക്ടറുടെ അടുത്ത് മാത്രമുള്ളത്. പിന്നെ ഇതൊരു സ്റ്റോക്ക് കൺസെപ്റ്റ് ആണ്. ഒരു പെർട്ടിക്കുലർ ടൈമിൽ പബ്ലിക്കിന്റെ അടുത്ത് അല്ലെ എക്കണോമിയിൽ എത്ര ക്യാഷ് ഉണ്ടെന്ന് നോക്കലാണ് മണി സപ്ലൈ. അതുകൊണ്ട് അതൊരു സ്റ്റോക്ക് കൺസെപ്റ്റ് ആണ് ഒരു പെർട്ടിക്കുലർ ടൈമില്. ഇനി ടെൻഡർ മണിയും ലീഗൽ ടെൻഡർ മണിയും ഞാൻ പറയാം. ലീഗൽ ടെൻഡർ മണി, നോൺ ലീഗൽ ടെൻഡർ മണി ഞാൻ പറഞ്ഞായിരുന്നു. നോൺ ലീഗൽ ടെൻഡർ മണി ഞാൻ പറഞ്ഞോന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്, ഞാൻ എന്തായാലും ഒന്നുകൂടി പറയാം. ലിമിറ്റഡ് ലീഗൽ ടെൻഡർ മണി എന്ന് വെച്ചാൽ ലീഗലി നമുക്ക് കടങ്ങൾ വീട്ടാനെല്ലാം യൂസ് ചെയ്യാൻ പറ്റും. ഒരാൾ ക്രെഡിറ്റ് കൊടുത്തേക്കണം. ഇപ്പൊ ഞാൻ ഒരാൾക്ക് കടം കൊടുത്ത്, ആ കടം തരാനുള്ള ആള്, എനിക്ക് ഇപ്പൊ ക്യാഷ് തിരിച്ചു തരാനുള്ള ആള് വരുമ്പോ എനിക്ക് ഒരിക്കലും വേണ്ടെന്ന് പറയാൻ പറ്റില്ല ലീഗൽ ടെൻഡർ മണി ആണെങ്കിൽ. പക്ഷെ ഈ ഒരു ലീഗൽ ടെൻഡർ മണിയിൽ 2 ടൈപ്പ് ഉണ്ട്. ലിമിറ്റഡ് ലീഗൽ ടെൻഡർ മണിയും അൺലിമിറ്റഡ് ലീഗൽ ടെൻഡർ മണി. ലിമിറ്റഡ് ലീഗൽ ടെൻഡർ മണി എന്ന് ഓർക്കുമ്പോൾ നിങ്ങൾ ആകെ കോയിൻസ് ഓർക്കാം. കോയിൻസിൽ നമുക്ക് 1000 കൂടുതൽ കോയിൻസ് തരാൻ പറ്റൂല. സം ഓഫ് വാല്യൂ 1000 കൂടുന്നുണ്ടോ അത് കോയിൻസ് തരാൻ പറ്റില്ല, നമുക്ക് ഡിനൈ ചെയ്യാൻ പറ്റും. പക്ഷെ അൺലിമിറ്റഡ് ലീഗൽ ടെൻഡർ മണി എന്ന് പറയുമ്പോൾ ക്യാഷ് ആണ്. എത്ര കോടികളായാലും ക്യാഷിൽ തരാൻ പറ്റും. മനസ്സിലായ? അതൊരിക്കലും നമുക്ക് ഡിനൈ ചെയ്യാൻ പറ്റൂല. ഇനി നോൺ ലീഗൽ ടെൻഡർ മണി ഓർ ഓപ്ഷണൽ മണി എന്ന് പറയാം. ഇറ്റ് റെഫേഴ്സ് ടു എ ഫോം ഓഫ് മണി വിച്ച് ഇസ് ജനറലി അക്സെപ്റ്റഡ് ബട്ട് ലീഗലി വൺ ഇസ് നോട്ട് ബൗണ്ട് ടു അക്സെപ്റ്റ് ഇറ്റ്. ഫോർ എക്സാമ്പിൾ ചെക്സ്, ബാങ്ക്സ് ഡ്രാഫ്റ്റ്. അപ്പൊ ഈ ഓപ്ഷണൽ മണി അല്ലെങ്കിൽ നോൺ ലീഗൽ ടെൻഡർ മണി എന്ന് വെച്ചാൽ അത് ജനറലി അക്സെപ്റ്റ് ചെയ്യും, ചെക്കെല്ലാം ജനറലി അക്സെപ്റ്റ് ചെയ്യും. പക്ഷെ ലീഗലി അത് അക്സെപ്റ്റ് ചെയ്യണം എന്ന് ഒരു നിയമമില്ല. മനസ്സിലായ? ഇറ്റ് റെഫേഴ്സ് ടു ദാറ്റ് ഫോം ഓഫ് മണി വിച്ച് ഇസ് ജനറലി അക്സെപ്റ്റഡ് ബട്ട് ലീഗലി വൺ ഇസ് നോട്ട് ബൗണ്ട് ടു അക്സെപ്റ്റ് ഇറ്റ്. ഫോർ എക്സാമ്പിൾ ചെക്ക്, bank draft, bill of exchange do not have a legal backing and their acceptance is totally optional. നമുക്ക് വേണമെങ്കിൽ അക്സെപ്റ്റ്, എനിക്ക് ചെക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും എനിക്കതിൽ കേസ് കൊടുക്കാൻ പറ്റില്ല. പക്ഷെ ഞാൻ ക്യാഷ് വേണ്ട എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എനിക്കെതിരെ കേസ് കൊടുക്കാൻ പറ്റും. അങ്ങനെയൊക്കെ ഉണ്ട്. മനസ്സിലായില്ലേ? സിമ്പിൾ അല്ലേ? ഇനി നമുക്ക് ജസ്റ്റ് ഓവർവ്യൂ ആയിട്ട് പോവാം. ഡെഫിനേഷൻ ഓഫ് മണി. മണി എന്താന്ന് ഞാൻ പറഞ്ഞു. എനിത്തിങ് ദാറ്റ് ഹാസ് മെഷർ ഓഫ് വാല്യൂ, കോമൺ സ്റ്റാൻഡേർഡ് ഓഫ് ഡിഫേർഡ് പേയ്മെന്റ്, കോമൺ മെഷർ ഓഫ് വാല്യൂ, അതെല്ലാം പറഞ്ഞു. സിമ്പിൾ ആണ്.
പിന്നെ മണിക്ക് 2 ഡെഫിനിഷൻ ഉണ്ട്. ഒന്ന് ഡെഫിനിഷൻ ഓഫ് മണി, പിന്നെ ലീഗൽ ഡെഫിനിഷൻ എന്താണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞു ഈ ചാപ്റ്റർ സ്റ്റാൻഡേർഡ് ഓഫ് ഡിഫേർഡ് പേയ്മെന്റ്, കോമൺ മെഷർ ഓഫ് വാല്യൂ, പിന്നെ ഡബിൾ കോയിൻസിഡൻസ് ഓഫ് ഫണ്ട്, അല്ലെങ്കിൽ എന്താ മീഡിയം ഓഫ് എക്സ്ചേഞ്ച്, പിന്നെ ഓരോടി ഉണ്ടല്ലോ സ്റ്റോർ ഓഫ് വാല്യൂ, മീഡിയം ഓഫ് എക്സ്ചേഞ്ച്, കോമൺ മെഷർ ഓഫ് വാല്യൂ, പിന്നെ ഓരോടി ഉണ്ടല്ലോ സ്റ്റാൻഡേർഡ് ഓഫ് ഡിഫേർഡ് പേയ്മെന്റ്, എല്ലാം പറഞ്ഞില്ലേ. എനിക്ക് ഇത് എല്ലാം പറയുമ്പോൾ മാത്രം പെട്ടെന്ന് ഒരു കൺഫ്യൂഷൻ വരും. പിന്നെ സ്റ്റോർ ഓഫ് വാല്യൂ ഇതെല്ലാം എന്താന്ന് പറഞ്ഞു, പ്രൈമറി സെക്കൻഡറി ഫങ്ഷൻസ് എന്താന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഭയങ്കര ഈസി അല്ലേ. ജസ്റ്റ് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണാം, അപ്പൊ തന്നെ ടെക്സ്റ്റ് റീഡും ചെയ്യുക, നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. ജസ്റ്റ് ഒരു 5 hours ഒക്കെ മതി ചാപ്റ്റർ. 5 hours എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഇടയിൽ ഫോണൊക്കെ നോക്കി പോകും. അതുകൊണ്ട് 5 hours എന്ന് പറയാൻ, ഒറ്റ സിറ്റിംഗിൽ ഇരിക്കുകയാണെങ്കിൽ ഒരു 3 hours തീർക്കും. ഭയങ്കര ഈസി അല്ലേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എന്തോരം നേരം എന്ന് പറയണോ, എ സി ഓഫ് ആയി ചൂടാ എടുക്കണം. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാം. ബൈ.